ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ ശോഭന ഹരേ മാതാജി, കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ സവിത കൃഷ്ണ. മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും പുരുഷോത്തമ മാസ ആശംസകള്. ഇന്ന് നമ്മള് പുരുഷോത്തമ മാസത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ ആണ് എടുക്കാവുന്ന പറഞ്ഞു. ഇന്ന് ഭഗവത്ഗീത നമുക്ക് എന്താണ് പറയുന്നത്, ഇന്ന് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്തു. പുരുഷോത്തമ മാസമായിട്ട് നമുക്ക് ഭഗവത്ഗീത പുരുഷോത്തമ മാസത്തെ പറ്റി ഞാൻ എല്ലാം സൂചിപ്പിച്ചു, എന്തൊക്കെയാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമ്മള് ഇനി ആരെങ്കിലും കയറാനുണ്ടോ, അതോ ഡയറക്റ്റ്ലി നമുക്ക് തുടങ്ങാമോ, അതോ ഏതെങ്കിലും അതിലെ കീർത്തനങ്ങള് ആയിട്ട് പോണോ? നിങ്ങളുടെ എല്ലാവരുടെയും പുരുഷോത്തമ മാസത്തിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ അയച്ചു തന്ന ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു PDF അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുത്തു എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ആ ഒരു ശ്ലോകം അല്ലെങ്കിൽ കീർത്തനത്തിലേക്ക് ചെല്ലാണ്ട് പറ്റും. എല്ലാവരും നോക്കിയായിരുന്നു, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു കീർത്തനം കിട്ടുമായിരുന്നു അല്ലേ? ഹരേ കൃഷ്ണ. ആരും മിണ്ടുന്നില്ലോ. തുടങ്ങാം അതോ ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? പ്രഭു പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. സുഖായിരിക്കണോ? സുഖായിരിക്കുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സുഖമൊന്നും അല്ല മാതാജി. എന്നാലും എന്തു പറ്റി? മാതാജി ഇന്നലെ ഗ്രൂപ്പിൽ മാതാജി മാത്രം ഹരി പോലെ ഇട്ടിരിക്കുന്ന കണ്ടു. മാതാജി വായിച്ചു നോക്കിയില്ലായിരുന്നോ? എന്ത്? ഞാൻ എന്താ ഇട്ടിരിക്കുന്നത് മാതാജി വായിച്ചു നോക്കാതാണ് ഹരി പോലെ ഇട്ടത്. അയ്യോ, വായിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് മാതാജിക്ക് അത് എന്താന്ന് എനിക്ക് ഹരിപോലായിട്ടാണോ തോന്നിച്ചത്? ഞാൻ ഇട്ട കാര്യം കണ്ടിട്ട് എനിക്ക് അതിന്റെ ആശങ്കയായിരുന്നു. എന്താണാവോ? ഏത് അപ്പൊ പോലെ മാതാജി ഇട്ടത്? വായിച്ചില്ല. മാതാജി വായിച്ചില്ല. ഹരേ കൃഷ്ണ. അയ്യോ, വായിച്ചിട്ട് കാണണം. അല്ലെങ്കിൽ പിന്നെ ഹരിപോലെ എനിക്ക് അറിയില്ല. ഞാൻ നോക്കട്ടെ ട്ടോ പ്രഭു. മാതാജി നോക്കിയിട്ട് പറയും, നമുക്ക് ക്ലാസിന്റെ രസം കളയും. ഹരേ ഓക്കെ പ്രഭു. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. അപ്പൊ അങ്ങനെ നമ്മള് ഹരേ കൃഷ്ണ. പ്രഭുജി എങ്ങനെയുണ്ട് മോന്? മോനെ മാതാജി ഡിസ്ചാർജ് ആക്കി. അവര് അവിടെ ഇങ്ങനെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഓ, അത് ശരി. അവിടെ 95 പേരോളം ക്യൂവിൽ ഇതാണ് റൂം കിട്ടാൻ വേണ്ടി. റൂമില്ല എന്ന് പറഞ്ഞ് അവര് ഡിസ്ചാർജ് ചെയ്തു. നേരെ ഒബ്സർവേഷനിലായിരുന്നു രാവിലെ വരെ. അത് കഴിഞ്ഞിട്ട് റൂമില്ലാത്തവരെ നേരെ ഡിസ്ചാർജ് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഒന്ന് വന്ന് കാണിക്കാനും പറഞ്ഞു. വീട്ടിൽ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ തന്നെ കിടക്കാൻ പറഞ്ഞു. കിടക്കണം. മോനെന്ത് പറ്റി പ്രഭുജി? മോനെന്ത് പറ്റി? ചേച്ചിയുടെ മോനാണ് മാതാജി. മോനല്ല, അനന്തരവൻ. അനന്തരവനായിരുന്നു. എന്ത് പറ്റി? അവനൊരു സർജറി ഉണ്ടായിരുന്നു മാതാജി. ഒരു കുറച്ച് മേജർ ആയിരുന്നു. അത് ഇന്നലെ കഴിഞ്ഞു സർജറി. ഇന്നലെ കഴിഞ്ഞു. ഇന്നിപ്പോ വീട്ടിലെത്തി എന്ന് പറഞ്ഞ് കുറച്ച് മുൻപേ വിളിച്ചിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഹെർണിയ അല്ല മാതാജി, അത് യൂറിനിൽ അന്ന് വയ്യാത്ത അനന്തരവൻ തന്നെയാണോ? അതെ മാതാജി. എന്താ വയ്യായി? എന്താ അന്നത്തെ തന്നെയാണോ? അതുപോലെ തന്നെ ഇന്റേണൽ വേരിക്കോസ് ആണ് മാതാജി. ഇന്റേണൽ ഓർഗൻസിന് ഒക്കെ വേരിക്കോസ് ബാധിച്ചു. ഓ, വേദനയായിരിക്കുമല്ലേ? അത് കണ്ടുപിടിച്ച് മരുന്നുണ്ടോ? ഓപ്പറേഷൻ ഉണ്ടല്ലേ? അതെടുത്ത് കഴിഞ്ഞു. കളഞ്ഞു. ഇന്നലെ കഴിഞ്ഞു.
ഓപ്പറേഷൻ. സാരമില്ല. അത് വെയിനെടുത്ത് കളയുമ്പം ശരിയാവുമായിരിക്കും. അല്ലേ മാറും. അതെ. അപ്പൊ നമ്മള് എല്ലാരും കേറിയെന്ന് തോന്നി ഏകദേശം. നമുക്ക് നേരെ പുരുഷോത്തമ മാസ ഗ്ലോറിഫിക്കേഷനിൽ എടുത്തു. അപ്പം നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടെന്നായിരിക്കും. പ്രിന്റ് ഔട്ട് ഉണ്ട്. ഇല്ലാത്തവരൊക്കെ എടുക്കുക. അയ്യോ ഇല്ലാത്തവരെങ്ങനെ ഇല്ലാത്തവർ എന്താണ് എങ്ങനെയാ? ഇല്ലാത്തവർ എടുക്കാൻ ഞാൻ പറഞ്ഞില്ല. ഇല്ലാത്തവർ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറയുന്നില്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ മണ്ണ് ചിരിക്കുന്നു ഇത് കേട്ടിട്ട്. മണ്ണ് എന്റെ മനസ്സ് ഇവിടെ അല്ലാന്ന് തോന്നുന്നു അല്ലേ. ശരിയാണ്. ഞാനാണ് ചിരിച്ചത്. അതുപോലെ ഒരു അവസ്ഥയിലാണ് പ്രഭുജി ഞാനും. ഞാൻ അതെ, എന്ത് 2 ആഴ്ച കൊണ്ട് പറ്റി മാതാജി? കേറാഞ്ഞതുകൊണ്ടാവും. ഞാൻ നമ്മുടെ ഒരു വലിയ അത്യാഹിതം സംഭവിച്ചിരുന്നു 2 ആഴ്ചന്. അനിയത്തിയുടെ ഭർത്താവിന് ഒരു സ്ട്രോക്ക് വന്നു. കൃഷ്ണ. ഐസിയുലാണ്. അതെയോ? എന്റെ കൂടെ അതെ. ഒന്ന് വന്ന കുട്ടിയില്ലേ? ആ ഹാ ഹാ. ഉം. ആ മാതാജിയുടെയോ? ആ 2 ആഴ്ച കൊണ്ട് ഹോസ്പിറ്റലിലാണ്, ഐസിയുവിലാണ്. ഒരു ഒരു വലിയൊരു കഷ്ടകാലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സംസാരിച്ചുകൊണ്ട് നിന്ന ആള് പെട്ടെന്ന് സംസാരം അങ്ങ് നിലച്ച് അതെയോ? ഓ കൃഷ്ണ. സ്ട്രോക്കായി. കൈയും ഒക്കെ സ്വാധീനം അങ്ങനെ പോയോ? അതോ ഒരു സൈഡ്, ഒരു സൈഡ് വലത്തെ അല്ലേ? സൈഡ്. ഭഗവാനെ. അപ്പൊ നമുക്ക് ഇത് തുടങ്ങുന്നതിന് മുൻപേ എല്ലാവരും 3 പ്രാവശ്യം മാതാജിയുടെ അനുജന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം നമുക്ക് വരാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാമകൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പൊ നമ്മള് പുരുഷോത്തമ മാസത്തിൽ എല്ലാവരും ഒക്കെ കയറി എന്ന് തോന്നുന്നു. നമ്മളപ്പോ പുരുഷോത്തമ മാസത്തിലെ ആരതി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ അല്ലെ? പുരുഷനായിട്ട് ഒരേ ഒരാളെ ഉള്ളൂ അല്ലെ ഈ ലോകത്തിൽ. ബാക്കിയുള്ളവർ മീശ വെച്ചുകൊണ്ട് പുരുഷനാകത്തില്ല. പുരുഷന്റെ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ അതും സാധാരണ പുരുഷന്മാരിൽ ഉത്തമനാണ് ഭഗവാൻ. അപ്പൊ ഈ ഭഗവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മാസവും ഉണ്ടായി, പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞ്. നമ്മുടെ മലയാളക്കരയില് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു മാസമാണത്. പക്ഷെ നമ്മളതിപ്പോ ആചരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് ആ മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചെല്ലേണ്ട, രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട ആരതി, അതായത് നെയ്വിളക്ക് കാണിച്ച് ആരതി ചെയ്യേണ്ട മന്ത്രമാണ് ഞാൻ ചെല്ലാമെന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ശ്ലോകമാണ്. ഞാൻ എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. ഞാൻ ആദ്യം വായിച്ച അതിന്റെ അർത്ഥം പറയാം. അതിനുശേഷം ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് വായിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് പുരുഷോത്തമ മാസത്തിന്റെ എന്താണ് പുരുഷോത്തമ മാസം, അതെങ്ങനെ ഉണ്ടായി, അതിന്റെ പാസ്റ്റ് ടൈംസ് എന്താണ്, കഥകൾ എന്തൊക്കെയാണ്, പിന്നെ അതിൽ ചെല്ലുന്ന പ്രധാനപ്പെട്ട ആരതികൾ അല്ല കീർത്തനങ്ങൾ, അഷ്ടകങ്ങൾ എന്തൊക്കെയാണ്, അതില് നമുക്ക് 1-2 സമയം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം ശ്രീ ശ്രീ രാധാ പുരുഷോത്തമ ഭഗവാൻ की जय, पुरुषोत्तम मास महामहोत्सव की जय, पुरुषोत्तम आरती की जय. गोवर्धनधरं वन्दे गोपालं गोपरूपिणं, गोकुलोत्सवमीशानं गोविन्दं गोपिकाप्रियम्. वन्दे नवघनश्यामं द्विभुजं मुरलीधरं, पीताम्बरधरं देवं शारदं पुरुषोत्तमम्. गोवर्धनधरं वन्दे गोपालं गोपरूपिणं, गोकुलोत्सवमीशानं ഗോവിന്ദം ഗോപികാപ്രിയം. ഗോപപാലനായി ഗോപന്മാരോടൊപ്പം സദാ ലീലകളാടുന്ന ഗോവർദ്ധന പർവ്വതം കൈകളിലേന്തിയ ആ ഗോപാലകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. നിത്യവും ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഗോകുലത്തിന്റെ നാഥനും ഗോപികമാരുടെ പ്രാണപ്രിയനുമായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു.
വന്ദേ നവഗനശ്യാമം ദിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. പുതുമഴ മേഘത്തിന്റെ ശ്യാമവർണ്ണമുള്ളവനും ഇരു കൈകളിലും ഓടക്കുഴൽ ഏന്തിയവനുമായ കൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. മഞ്ഞപ്പട്ടുടുത്തവനും ശരത്കാല ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനുമായ ആ പുരുഷോത്തമ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി അർത്ഥം കൂടെ കൂടി ഹരേ കൃഷ്ണ. പറഞ്ഞ ഒരാള്, അത് കഴിഞ്ഞിട്ട് പിന്നെ അർത്ഥമില്ലാതെ ഗോവർദ്ധനനരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഗോപാലബാലകനായി ഗോപികമാരോടൊപ്പം സദാ ലീലകളാടുന്ന ഗോവർദ്ധന പർവ്വതം കൈകളിലേന്തിയ ആ ഗോപാലകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. നിത്യവും ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഗോകുലത്തിന്റെ നാഥനും ഗോപികമാരുടെ പ്രാണപ്രിയനുമായ ഗോവിന്ദനെ ഞാൻ സ്മരിക്കുന്നു, ആരാധിക്കുന്നു. വന്ദേ നവഘനശ്യാമം ദിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തം. പുതുമഴ മേഘത്തിന്റെ ശ്യാമവർണ്ണമുള്ളവനും ഇരുകൈകളിലും ഓടക്കുഴലേന്തിയവനുമായ കൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. മഞ്ഞപ്പട്ടുടുത്തവനും ശരത്കാല ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനുമായ ആ പുരുഷോത്തമ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി അടുത്തത് ആരാണ് വായിക്കാൻ പറ്റുന്നത്? ശോഭന മാതാജി. ശ്രീകൃഷ്ണ പ്രഭു. ഗോവർദ്ധനധരം വന്ദേ ഗോപാല ഗോപരൂപിണം ഗോകുലോത്സവം ഈശാനം ഗോവിന്ദം ഗോപികാ പ്രിയം. കണ്ടിന്യൂ ചെയ്തു. അർത്ഥം വേണ്ട. അതെ, വേണ്ട. വന്ദേ നവഘനശ്യാം ദിഭുജം മുരളീധരം പീതാംബരം ദേവം പീതാംബരധരം ദേവം പീതാംബരധരം ദേവ ശാരദം പുരുഷോത്തമം. അത്രയില്ലല്ലോ. കൃഷ്ണ പ്രഭു. ഞാനാണ് പ്രഭു. സബിത മാതാജി അർത്ഥം കൂടെ കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരാം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനാം ഗോവിന്ദം ഗോപികാപ്രിയം. ഗോപബാലകനായി ഗോപന്മാരോടൊപ്പം സദാ ലീലകളാടുന്ന ഗോവർദ്ധന പർവ്വതം കൈകളിലേന്തിയ ആ ഗോപാലകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു. നിത്യവും ഉത്സവങ്ങൾ കൊണ്ടാടുന്ന ഗോകുലത്തിന്റെ നാഥനും ഗോപികമാരുടെ പ്രാണപ്രിയനുമായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. വന്ദേ നവഘനശ്യാമം ദിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. പുതുമഴ മേഘത്തിന്റെ ശ്യാമവർണ്ണമുള്ളവനും ഇരു കൈകളിലും ഓടക്കുഴൽ ഏന്തിയവനുമായ കൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. മഞ്ഞപ്പട്ടുടുത്തവനും ശരത്കാല ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനുമായ ആ പുരുഷോത്തമ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരാം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. വന്ദേ നവഘനശ്യാമം ദിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി ശ്ലോകം മാത്രം. ഗോവർദ്ധനധരാം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനാം ഗോവിന്ദം ഗോപികാപ്രിയം. വന്ദേ നവഘനശ്യാമം വിഭൂതം മുരളീധരം പീതാക്ഷരധരം ദേവം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി. എനിക്ക് കിട്ടും വായിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നോക്കി വായിക്കാൻ പറ്റുമോ? മാതാജിക്ക് അറിയാമോ? അത് നിൽക്കുന്നില്ല. 4 വരി ആദ്യം വായിക്കാം.
ആ ഗോവർദ്ധന ഗോവർദ്ധന ധരം വന്ദേ ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഈ 4 വരി എഴുതിയോ പ്രഭുജി? അതെയാ, എന്നാ മാതാജി കുഴപ്പമില്ല. സ്ക്രീൻ ഒന്ന് ഇങ്ങനെ തൊട്ടാ മതി മാതാജി, വലുതാവും. വലിയ അക്ഷരമായിട്ട് കിട്ടും മാതാജി. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി സ്ക്രീൻ. സ്ക്രോൾ ചെയ്താൽ ആ സ്ക്രീൻ അപ്പൊ വലുതായി കാണാൻ പറ്റും മാതാജി. കിട്ടണില്ല. ഓക്കെ, സാരമില്ല. ഇതായില്ല മാതാജി? ഗോവർദ്ധന ഗോവർദ്ധന ധരാം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവ ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദിഗ്വിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണകുമാരി കൃഷ്ണ. മാതാജി. ഹരേ പ്രഭു, ഞാനാണോ? ആ ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരാം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവകനശ്യാമം ദിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി. മാതാജി അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഞാനിത് സ്റ്റോപ്പ് ഷെയർ അടിക്കുകയാണ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഒരു എല്ലാവരും മിനിറ്റ് ആൻസർ പ്രഭു വന്നിരുന്നത്. വന്ദേ എഴുതിയെടുക്കാൻ പോവാണ്. ഇത് ഞാൻ ഒരു മിനിറ്റ് ഗ്രൂപ്പിൽ പ്രഭു. എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാതാജി. നിങ്ങൾ ആരും ഗ്രൂപ്പ് നോക്കുന്നില്ല എന്നുള്ള അതിന്റെ അർത്ഥം. ഇപ്പതേ കണ്ടില്ല പ്രഭു. ഉത്തമ ഭക്തി മാതാജി കണ്ടില്ല. ഗ്രൂപ്പിലിട്ട പോസ്റ്റ് പോലും മാതാജി വായിച്ചില്ല. പക്ഷെ കാര്യം പോലെ അടിച്ചു മാതാജി. ഞാൻ ഓർത്ത് എനിക്ക് ഇത്രയും സങ്കടമായ അവസ്ഥയിൽ ഹരി പോലെ അടിക്കുന്നല്ലോ കൃഷ്ണ. പ്രിന്റ് എല്ലാം കൂടെ 10, 20, 22 പേപ്പറോളം ഉണ്ട് പ്രിന്റ് എടുത്തപ്പോ. അല്ല, പ്രിന്റ് 120 പേജ് ഉണ്ട് മാതാജി. 12 പേപ്പറോളം മൊത്തം കൂടെ എടുത്തില്ല. കുറെ ഇതെല്ലാം കൂടെ കുറച്ചെടുത്ത്. ഇനി ബാക്കിയും കൂടെ കിടപ്പുണ്ട്. അതെയല്ലേ? ഒത്തിരി പേജുണ്ട്. അടിച്ചോണ്ട് വരാനും താമസം. ഞാൻ 120 പേജ് ഞാൻ ഓഫീസിൽ നിന്ന് പ്രിന്റ് എടുത്തു. ഞാൻ എടുത്തെടുത്തെടുത്ത് നോക്കി തീരുന്നില്ല. ഇല്ല, ഞാൻ 22 പേപ്പർ എടുത്തു. അതെയല്ലേ? ബാക്കിയൊന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഞാനിത് ക്ലോസ് ചെയ്യട്ടെ. എഴുതി പ്രഭു, എഴുതി. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം അപ്പോൾ നമ്മള് ഈ ഗ്രൂപ്പിൽ ഞാൻ ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഇത് കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണുക, നോക്ക്. കാര്യം ഈ പുരുഷോത്തമ മാസം നമുക്കിനി എന്താണ് 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണ് ഇത് ഇഗ്നോർ ചെയ്യരുത്. ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൃഷ്ണാബോധത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഈ മാസം ആചരിക്കാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് വലിയ അപരാധമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഈ ആരതി ചെയ്യാത്തവര് നെയ്വിളക്കോ എന്തുകൊണ്ടെങ്കിലും നമ്മൾ സന്ധ്യയ്ക്കും രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ ഇതിന്റെ സ്പെഷ്യൽ ആരതി ചെയ്യാത്തവര് ചെയ്തു തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. മാതാജി, ഉത്തമ ഭക്തി മാതാജി ഈ സോങ് പാടുന്നോ ആരതിയുടെ? നോക്കട്ടെ, എനിക്ക് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇത്രയും നേരം ഷെയർ ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ജസ്റ്റ് ക്ലോസ് ചെയ്തത്. എന്താ മാതാജി പറഞ്ഞോളൂ. അത് ഞാൻ ഇപ്പൊ ഷെയറിങ് ക്ലോസ് ചെയ്തേ ഉള്ളൂ. മെസ്സേജ് ആ ഇല്ലേ അവിടെ?
ഇത് നോക്കുക എവിടെയാന്നുള്ളത്. മാതാജി ഞാനില്ല, കണ്ടില്ലല്ലേ? കാണാനില്ല പ്രഭു. ആ ആ എന്നാൽ എന്തോ കുമ്പിടി സംഭവിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതോ ആരെങ്കിലും ടൈമർ ഓൺ ചെയ്തോന്നും അറിയത്തില്ല. ഈ ട്യൂബിലേക്ക് സാരയില്ല, അത് പിന്നെ നോക്കാം. നമ്മൾ പുരുഷോത്തമ മാസത്തിന്റെ പറയട്ടെ, അത് സാരയില്ല. അത് വളരെ നിസ്സാര കാര്യം. മാതാജി വിട്ടുകളാം. ഓക്കെ, നിസ്സാര കാര്യമല്ല, എന്നെ സംബന്ധിച്ച് വലുതായിരുന്നു. അല്ല, അത് മാതാജി നോക്കി പ്രഭു. ഉം. അല്ല, ഞാന് ഹരിബോൽ ചെയ്തത് എന്തിനാന്നറിയോ? ഗ്രൂപ്പിലുണ്ട്. പ്രഭുയുടെ ഈ ഫോറം പുരുഷോത്തമ മാസത്തിന്റെ കാര്യങ്ങൾ ഇട്ടുണ്ടായിരുന്നില്ലേ? അത് പക്ഷെ അത് വായിച്ചിട്ടാണ് ഞാൻ ഹരിബോൽ ചെയ്തത്. പക്ഷെ അതിന്റെ താഴെ ഇതിനെ ഞാൻ കണ്ടില്ല സത്യത്തില്. അത് കണ്ടപ്പോ വലിയ സന്തോഷായിട്ട് ഞാൻ ഹരിബോൽ പറഞ്ഞതാ. ഉം. അല്ലാതെ വിഷമത്തിന്റെ ഇടയ്ക്ക് ഞാൻ പുട്ടുകച്ചവടം നടത്തിയില്ല പ്രഭു. കൃഷ്ണ, ഞാൻ തെറ്റിദ്ധരിച്ചു തന്ന. ഓക്കെ, അപ്പോഴേ അപ്പോഴേ എനിക്ക് മനസ്സിലായി, മെസ്സേജ് വായിച്ചിട്ടില്ല എന്നുള്ള എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ സാധാരണ ഞാൻ ബോധമുള്ള ഞാൻ ആരെങ്കിലും കണ്ടത് അടിക്കും, കാര്യം പോലെ പുരുഷോത്തമ അടിക്കും. മാസത്തിന്റെ അത് രണ്ടും കൂടെ സോറി ഒന്നേ ഒരുമിച്ചാണ് വന്നത്. പുരുഷോത്തമ മാസത്തിന്റെ ഇട്ടതും ഞാന് അതിനോടൊപ്പം തന്നെ അതിന് താഴെ മറ്റേതും കൂടെ വന്നപ്പോഴേ രണ്ടും കൂടെ ശരിയായില്ല. അതാണ് അല്ല, കൃത്യമായിട്ട് വായിച്ചില്ല. ബാക്കിയുള്ളവരെല്ലാരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടും മാതാജി എന്തുകൊണ്ടാണ് അവരെല്ലാം അങ്ങനെ ചെയ്യുന്നത് പോലും ചിന്തിച്ചില്ല. മനസ്സിലായില്ലേ? ഇല്ല പ്രഭു, ഇല്ല. ഞാന് അത് മാത്രം നോക്കിയിട്ട് അതിന്റെ സന്തോഷത്തില് ഹരിബോൽ അടിച്ചു. പക്ഷെ താഴെ എഴുതിയത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ അല്ല, അതുകൊണ്ടാ താഴെ സോറി പ്രഭു. ബാക്കിയുള്ളവരൊക്കെ എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നതെന്ന് മാത്രം മാതാജി ശ്രദ്ധിച്ചില്ലേ? അത് ശ്രദ്ധിച്ചില്ല പ്രഭു. ഓക്കെ, സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സോറി പ്രഭു, സോറി. ഞാൻ കാരണം വെരി ഗുഡ്. മാനസിക വിഷമം ഉണ്ടായതില് സോറി ഇല്ല, പ്രഭു. ഹരേ പണിഷ്മെന്റ് കൃഷ്ണ. ഉണ്ട്, പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ പാർസലായിട്ട് ഓക്കെ അയച്ചുതരാം പ്രഭു, പണിഷ്മെന്റ്. ഓക്കെ, ഹരിബോൾ. ആയിക്കോട്ടെ. നമ്മള് നമ്മൾ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഹരിബോൾ. ഓക്കെ, ശ്രദ്ധയില്ലായ്മയ്ക്കൊരു ശിക്ഷ. അതിന്റെ ശിക്ഷയാണ് ഹരിബോൾ. ഓക്കെ, ഓക്കെ. ശരി. ഇനി അടുത്തത് അപ്പൊ നമ്മൾ ഇനി പുരുഷോത്തമ മാസത്തിന്റെ എന്താണ് പുരുഷോത്തമ മാസം, അത് എന്തിനു വേണ്ടി ആചരിക്കുന്നു, ഈ മാസത്തിന്റെ പിറവി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇനി അടുത്ത 3 വർഷം കഴിയുമ്പോഴേ നമുക്ക് ഈ മാസം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് വൈഷ്ണവരുടെ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ 12 ഭഗവാന്റെ മന്ത്രങ്ങളുണ്ടല്ലേ? 12 മാസങ്ങളും 12 മന്ത്രങ്ങളും 12 മാസങ്ങളാണ്. അപ്പൊ ഈ മാസങ്ങളുടെയൊക്കെ അധിപതി ആരാണ്? ഭഗവാൻ വിഷ്ണുവാണ് അല്ലെ? ഭഗവാൻ ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം പദ്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. അങ്ങനെ ഈ ദാമോദര മാസമാണ് ഏത് സമയത്ത് ഈ ഓരോ മാസങ്ങൾക്കും വൈഷ്ണവ മാസങ്ങൾക്കും ഇപ്പൊ നമ്മള് ഈ ജസ്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഏത് മാസമായിരുന്നു? വൈശാഖ മാസമായിരുന്നു അല്ലെ? വൈശാഖ മാസം. അപ്പം ഈ ഓരോ മാസത്തിന്റെയും ദേവന്മാരുടെ പേരാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ? അപ്പം ആ മാസങ്ങളെല്ലാം തന്നെ ഓരോ ദേവന്മാരുടെ ആ ഒരു ഫോം, വിഷ്ണുവിന്റെ ഓരോ രൂപത്തിന്റെ ആണ് അധിപതി. അപ്പൊ അങ്ങനെ വന്ന് ഒക്ടോബർ നവംബറിൽ വരുന്ന മാസമാണ് ദാമോദര മാസം. വൈഷ്ണവർ ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് വൈശാഖം, അതുപോലെ തന്നെ കാർത്തിക, അതുപോലെ തന്നെ കാർത്തിക മാസത്തിനാണ് നമ്മൾ ദാമോദരം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പുരുഷോത്തമ മാസം. ഈ 3 മാസങ്ങളാണ് വൈഷ്ണവര് ഏറ്റവും എന്താണ് വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്ന മാസങ്ങൾ. ഇപ്പം നമുക്കറിയാലോ, വൈശാഖ മാസത്തിലാണ് അക്ഷയ തൃതീയൊക്കെ വരുന്നതും അങ്ങനെ പല വിശേഷങ്ങളും ഭഗവാന്റെ പല ലീലകളും നടന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് മാധവ മാസമുണ്ട്. ഇനി ചാതുർമാസ്യം വരുന്നു. ചാതുർമാസം എനിക്ക് തോന്നുന്നത് അടുത്ത മാസം, ഈ മാസം തീരുമ്പോൾ തൊട്ടാണ് ചാതുർമാസം തുടങ്ങുന്നത്. ദാമോദര മാസം അല്ലെങ്കിൽ കാർത്തിക മാസം കൊണ്ടാണ് ഈ ചാതുർമാസ്യം തീരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? അപ്പൊ ചാതുർമാസ്യം അനുഷ്ഠിക്കുന്നവർക്ക് അത് നമുക്ക് ഉപരി ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്രതമാണ് ചാതുർമാസ്യം അനുഷ്ഠിച്ചാൽ. പണ്ട് കാലത്തുള്ളവര് നമ്മൾ മേളിലേക്കുള്ള ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചാതുർമാസ്യം ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പുരുഷോത്തമ മാസത്തിന്റെ തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന സൂര്യ കലണ്ടറാണ് അല്ലെ? സൂര്യന്റെ കലണ്ടറാണ്. സൂര്യന്റെ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കറിയാം എത്രയാണ്, ഒരു മാസത്തിൽ 30 ദിവസവും ചില മാസങ്ങളിൽ 31 ദിവസം കാണും, ചില 31. മാസങ്ങളിൽ 28 അല്ലെ 29 ദിവസം കാണും. അങ്ങനെ 30 ദിവസം വെച്ച് 12 മാസം കൂട്ടുമ്പോൾ എത്ര വരും? 12 3 36, 360 ദിവസം. പക്ഷെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണെന്ന് നമ്മൾ സയൻസിലൊക്കെ ജിയോഗ്രഫിയിലോ അവിടെ എവിടെ കണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? 365 ദിവസം എന്ന് അല്ലെ? അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ ഇത് സൂര്യവർഷം എന്ന് പറയും. സൂര്യവർഷം 365 പക്ഷെ ചന്ദ്രവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം കുറവാണ്. 365 10 കുറവെന്ന് 355 സംതിങ്ങേ വരത്തുള്ളൂ. അപ്പം ഈ ചന്ദ്രന്റെ ഗതി അനുസരിച്ചിട്ട് മാസങ്ങള് നിശ്ചയിക്കുന്ന സമ്പ്രദായങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ വൈഷ്ണവർ ഫോളോ ചെയ്യുന്നത് ചന്ദ്രയാനമാണ് അല്ലെ? ചന്ദ്രന്റെ ഗതിക്ക് അനുസരിച്ചിട്ടാണ് വർഷങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഈ ഈ മറ്റുള്ള മതമായ എന്താണ് പറയുന്നത്, നമ്മുടെ മ്ലേച്ഛ മതക്കാരായിട്ടുള്ള ആൾക്കാരും ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഏത്? ഈ പറയുന്ന ചാന്ദ്ര കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയാം അവരുടെ ഉത്സവങ്ങള് എല്ലായ്പ്പോഴും 10 ദിവസം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലെ? നമുക്കറിയാം പെരുന്നാള് കഴിഞ്ഞ വർഷം ഇതിന് മുൻപത്തെ മാസത്തായിരുന്നു, ഈ വർഷം 10 ദിവസം പുറകോട്ട് പോയി. ഓരോ വർഷം 10 ദിവസം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവര് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു 12 വർഷം എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ഒരു 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 കറക്കം കറങ്ങും. ഇങ്ങനെ പുറകോട്ട് പോവാണ്. ഇനി തണുപ്പ് കാലത്ത് വരും, നല്ല ചൂടുള്ള സമയത്ത് വരും ഈ പെരുന്നാളും നോയമ്പും ഒക്കെ അല്ലെ? ഇപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് അറിയില്ല. ഇപ്പൊ സൂര്യവർഷവുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ്, സൂര്യൻ ഒരു രാശിയിൽ 30 ദിവസം നിൽക്കും. നമുക്ക് 12 രാശികളാണുള്ളത് അല്ലെ? ഒരു രാശിയിൽ സൂര്യൻ 30 ദിവസം നിൽക്കും. അപ്പൊ അങ്ങനെ ഈ സൂര്യന്റെ ഗതിയും ചന്ദ്രന്റെ ഗതിയും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഷ്ണവര് 3 വർഷം എടുക്കുമ്പോൾ ഒരു വർഷം 10 മാസം, ഒരു വർഷം 10 മാസം അല്ല 10 ദിവസം വെച്ചിട്ട് 3 വർഷം വരുമ്പോൾ 30 ദിവസമാകും. അതായത് ഒരു ദിവസത്തെ ചന്ദ്രവർഷത്തിൽ എത്ര കുറവാണ്? സൂര്യവർഷമായിരുന്നു 10 ദിവസത്തെ കുറവ്. അതായത് ഒരു മാസം എന്ന് പറഞ്ഞാൽ 29 പോയിന്റ് സംതിങ്ങേ വരുന്നുള്ളൂ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു വർഷം എടുക്കുമ്പോൾ അത് എന്താകും? 10 ദിവസമാകും. അങ്ങനെ 3 വർഷം എടുക്കുമ്പോൾ 30 ദിവസമാകുമ്പോൾ എന്ത് ചെയ്ത് വൈഷ്ണവര് അതിനെ ഒരു മാസമാക്കി ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെയാണ് വൈഷ്ണവ മാസങ്ങളിൽ 13ാമത്തെ മാസമായ പുരുഷോത്തമ മാസം കയറി വന്നത്. 13 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കാണ് 13നെ കയറ്റുന്നത്. ഈ ഇടയ്ക്ക് കയറ്റുന്നത് അത് ഓരോ 3 വർഷം വരുമ്പോഴും അത് കുറച്ച് പുറകോട്ട് പോരും. ഏതോ ഒരു പ്രാവശ്യം അത് കാർത്തിക മാസത്തിനോട് അടുത്തായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുമ്പോൾ അത് ഒന്നുകൂടെ പുറകോട്ട് വരും, പിന്നീട് വരുമ്പോൾ അത് ഒന്നുകൂടെ പുറകോട്ട് വരും. പക്ഷെ ഈ മാസം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, പക്ഷെ ദിവസങ്ങളിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ആകും. അപ്പം ഇതാണ് ഈ ചാന്ദ്രമാസത്തിന്റെ തീയതികൾ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഇതേപോലെ ഈ അധികം വരുന്ന സംഭവം എന്താണ്? വേസ്റ്റ് അല്ലേ? നമുക്ക് അധികം വരുന്ന ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റിൽ കൊണ്ടേ കളയും. അപ്പം അതുപോലെ തന്നെ അധികമായിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് ഉപയോഗയോഗ്യമാണ് അല്ലെ? അധികമായിട്ട് വരുന്ന സമ്പത്ത്, പക്ഷെ ആരും സമ്പത്ത് കൊണ്ടേ കളയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അധികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഈ ഉപയോഗയോഗ്യമായതുകൊണ്ട് അത് വർജിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് അല്ലെ? നമ്മള് സമ്പത്ത് ആരും വർജിക്കത്തില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർജിച്ചെങ്കിലും നമ്മള് എന്താണ് അധികമായിട്ടുള്ള വിദ്യ ആണെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം, കൂടുതൽ ജ്ഞാനിയായിട്ടുള്ള ആള്. അധികമായിട്ടുള്ളതെല്ലാം വർജിക്കണം എന്ന്, അധികമായിട്ടുള്ള നമ്മളുടെ ഈഗോ ആണെങ്കിൽ ആ ഈഗോ നമ്മൾ വർജിക്കണം അല്ലെ? അധികമായിട്ടുള്ള മറ്റൊരാളോട് കുശുമ്പും കുന്നായ്മയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ വർജിക്കണം. അധികമായിട്ടൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് അല്ലെ? അപ്പൊ ഈ മാസം അധികമായതുകൊണ്ട് ഇതിനെന്താണ് അതിമാസം അല്ലെങ്കിൽ മലമാസം എന്നറിയപ്പെട്ടു. ഇത് ഈ മാസത്തിനെ ഒന്നിനും കൊള്ളാത്ത ഒരു മാസമാക്കി മാറ്റി. ഈ മാസത്തിൽ ആര് എന്ത് ചെയ്തു കഴിഞ്ഞാലും വളരെ മോശമാണ്. ഒരു നല്ല കാര്യം പോലും ചെയ്യാനായിട്ട് ഈ മാസം ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. ഓക്കെ, ഇനി ഈ മാസത്തിന് പേരുമില്ല, ഒരു ദേവന്മാരും ആ മാസത്തെ ഏറ്റെടുത്തുമില്ല. ഇനിയാണ് ഇതിന്റെ ഞാൻ കഥയിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് അപ്പൊ ഈ മാസത്തിന് ഒരു പേര് വന്നത്, ഈ മാസത്തെ ആരാണ് ഏറ്റെടുത്തത്, അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി, അതിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പറയുന്നത്. അപ്പൊ ഈ മാസം എങ്ങനെയാണ് ഉണ്ടായെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിമാസം അത് വളരെ മോശപ്പെട്ട മാസമാണെന്നും മനസ്സിലായി.
അപ്പോൾ ഈ മാസത്തിന് ഒരു അതിദേവതയില്ല. മറ്റു 12 മാസങ്ങൾക്കും അതിദേവതയുണ്ട്. ഞാൻ 12 മന്ത്രങ്ങൾ പറഞ്ഞല്ലോ അല്ലെ? അങ്ങനെ കാർത്തിക മാസത്തിന്റെ അധിപൻ ദാമോദരൻ അല്ലെ? നമ്മൾ കണ്ടില്ല, അങ്ങനെ ഓരോ മാസത്തിനും അതിദേവതയുണ്ട്. അപ്പൊ ഭഗവാന്റെ 12 രൂപങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങളാണ് ഓരോ മാസത്തിന്റെ അധിപതി. മാധവ മാസം ഉണ്ട്, കേശവ മാസം ഉണ്ട് അല്ലെ? കേശവായ നമഃ, നാരായണായ നമഃ, നാരായണ മാസം. അങ്ങനെ ആ 12 നാമങ്ങൾക്ക് ഓരോ അധിപതി. ഇതിന് മാത്രം ഈ മലമാസം എന്ന് പറയുന്നത്, മലം എന്ന് പറഞ്ഞാൽ എന്താണ്? വർജ്യമായിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ മാസം മലമാസം ആയി മാറി. അപ്പൊ ഈ മലമാസം എങ്ങനെ അതിനൊരു നാഥനുണ്ടായി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ മലമാസത്തിന് ഒരു അതിദേവതയും ഭഗവാൻ സൃഷ്ടിച്ചു. ഈ മലമാസത്തിന് ഒരു അതിദേവതയും ഉണ്ടായി. ആ അതിദേവതയ്ക്ക് പേരുമില്ല. ഓക്കെ, പേരുമില്ല, നാമവും ഇല്ലാത്ത ഒരു അതിദേവത ഉണ്ടായി ഈ മലമാസത്തിന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് ചെല്ലുന്നത് പരീക്ഷത്തിന് ശാപം കിട്ടി ഗംഗാതീരത്ത് അവസാനത്തെ 7 നാളുകള് കാത്തിരുന്ന ആ സമയം. ശ്രീമദ് ഭാഗവതം ഉപദേശിക്കാനായിട്ട് ആരാണ് അവിടെ വരുന്നത്? നമ്മുടെ സുഖ ബ്രഹ്മർഷി അങ്ങോട്ടേക്ക് ആഗതനാകുകയാണ്. സുഖ ബ്രഹ്മർഷി അവിടെ ആഗതനാകുമ്പോൾ 7 ദിവസം കൊണ്ട് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്? ഭഗവാനെ പറ്റി അറിയുക എന്നുള്ളതാണ് അല്ലെ? ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട്, അതായത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ മരിക്കാൻ പോകുന്നുള്ളൊരു പ്രശ്നമല്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്താണ് എനിക്ക് ചെയ്യാൻ മാനവരാശിക്ക് വേണ്ടിയിട്ട്? ശ്രീമദ് ഭാഗവതം ശ്രവണം അല്ലെ? അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇങ്ങനെ ശ്രീമദ് ഭാഗവതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് സുഖ ബ്രഹ്മർഷി പറയാനായിട്ട് തുടങ്ങി. അപ്പൊ ഭഗവാന്റെ കഥകളെ പറ്റി ഒക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഈ പറഞ്ഞു തുടങ്ങിയ കഥകൾ കേട്ടെടുത്ത് അവിടെ ഒരാൾ ഇരുന്നു. അതാരാണ്? സൂത ബ്രഹ്മർഷി, സൂത പൗരാണികൻ അല്ലെങ്കിൽ സൂത ബ്രഹ്മർഷി എന്ന് പറയുന്ന ആളിരുന്നു. ഞാനിപ്പോ ഗ്രൂപ്പിൽ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഭാഗവതത്തിൽ എടുത്തപ്പോ ഓരോരുത്തർ സംശയം ചോദിച്ചതിന് സംശയ നിവാരണമായിട്ടാണ് ഞാൻ ഇട്ടത് ഭാഗവതം ക്ലാസ്സിൽ. ഭാഗവതം ക്ലാസ്സിൽ കയറുന്നവർക്ക് അറിയാം ഞാൻ എന്തിനാ അത് ഇട്ടതെന്ന്. അല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തൊക്കെയോ പോസ്റ്റ് ചെയ്യുന്നെന്ന് മാത്രം വിചാരിച്ചു കാണും അല്ലേ? അപ്പൊ അതുകൊണ്ട് മനസ്സിലായിരുന്നു അല്ലേ? കഥ എല്ലാം കേൾക്കും, ഭാഗവതം മൊത്തം കേൾക്കും, ക്ലാസ് ഇട്ടേക്കുന്ന എല്ലാം കേൾക്കണം. അപ്പോ മനസ്സിലായി. അതെ അല്ലേ? ഹരിബോൾ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നെയല്ലല്ലോ ഉദ്ദേശിച്ചത്. കേൾക്കും. അപ്പൊ മാതാജി നല്ല വിദ്യാർത്ഥിയാണല്ലോ, അത് കാരണം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മളപ്പം ഈ സൂത ബ്രഹ്മർഷി, സൂത പൗരാണികൻ അവിടെ നൈമിശാരണ്യത്തിൽ ഇരുന്ന് അവിടെയുള്ള ശൗനകാദി ഋഷികൾക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവര് എന്താണ് അവിടെ സൂത പൗരാണികൻ പറഞ്ഞു തുടങ്ങി. എന്താണ് പറഞ്ഞു തുടങ്ങിയത്? അദ്ദേഹം വേറൊരു സന്ദർഭത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ എവിടം വരെ വന്നു? ഇപ്പൊ നമ്മള് ഗംഗാതീരത്ത് വെച്ചിട്ട് പരീക്ഷത്തിന് സുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത ഈ കഥ എങ്ങോട്ട് പോയി? അവിടെ വെച്ച് കേട്ടയാള് സൂത പൗരാണികൻ നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് ഇത് അവിടെ കൂടിയിരുന്ന ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് വേറൊരു കഥയാണ് അവിടെ ഇരുന്ന് പറയുന്നത് അല്ലെ? സൂത പൗരാണികൻ പറയുകയാണ് ഞാൻ അവിടെ കേട്ട കാര്യത്തിൽ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്താണ്? എവിടെ വെച്ച് നാരദ മഹർഷി, ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള നാരദ മുനി ബദരികാശ്രമത്തിൽ തപസ്സിരിക്കുന്ന ആരോട്? നാരായണ ഋഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെ? അതായത് മനസ്സിലാവും, ബദരികാശ്രമം നരനാരായണ ഋഷികളെ പറ്റി അറിയാമല്ലോ അല്ലെ? ബദരികാശ്രമത്തിൽ ഇപ്പോഴും അവർ തപസ് ചെയ്യുന്നുണ്ട്. അവര് അന്തർധ്യാനമായിട്ട് തപസ്സിരിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനമൊക്കെ ഉണ്ട്. ബദരികാശ്രമത്തിൽ പോയവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും. അങ്ങനെ ബദരികാശ്രമത്തിൽ തപസ്സിരിക്കുന്ന അവിടെ ചെന്ന് എന്താണ് ഭഗവാനെ പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നാരായണ ഋഷി ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ പറ്റിയും ഭഗവാനെ പറ്റി കൂടുതൽ അറിയണം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങേക്ക് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം,
എങ്കിലും അങ്ങ് ഇത് ലോകഹിതത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതായതുകൊണ്ട് ഞാനെല്ലാം ഒന്നും വിടാതെ തന്നെ ഞാൻ ഭഗവാനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് പറഞ്ഞ് തന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ആ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്നാണ് ആ ഒരു നദി അവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്. ഈ ആ നദിയുടെ പേരെന്താ? അളകനന്ദ നദി. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന നാരായണ ഋഷിയുടെ പാദങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നാരദ മുനി കേൾക്കുന്ന കഥ, നാരായണ ഋഷിയിൽ നിന്ന് കേൾക്കുന്ന ആ കഥയാണ് നമ്മൾ പുരുഷോത്തമ മാസത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി മനസ്സിലാക്കുന്ന കഥ. ഇനി ആ നാരായണ ഋഷി പറയുമ്പോൾ അദ്ദേഹവും നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഞാൻ ജ്ഞാനാംബിക മാതാജിയെ പോലും കാണുന്നില്ല. ഞാനിവിടെ കിടന്ന് ഭഗവാൻ പുരുഷോത്തമന്റെ കഥയൊക്കെ പറയാൻ തുടങ്ങുമ്പോ ഒറ്റ മനുഷ്യരെയും കാണുന്നില്ല. എല്ലാരും ഇരുട്ടത്തൊളിഞ്ഞിരിക്കുക. ഇല്ലല്ല എല്ലാം ഉണ്ട് പ്രഭു. ഈ പുരുഷോത്തമ മാസത്തെ അവഗണിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാകും. അത് ഞാൻ ഈ അവസാനം പറയുമ്പോൾ ഈ കഥയിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കാര്യം ആരും ഇത് ഓഫ് ആക്കിയിരിക്കുന്നവർക്കെല്ലാം തന്നെ ഉള്ള അനുഭവം അറിയാലോ. അവര് വീട്ടിലുള്ള മറ്റു കാര്യങ്ങളും ബിസിനസ്സുകളിൽ ഏർപ്പെടും. അത് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കാരണം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓണായിട്ട് ഇത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷോത്തമ മാസത്തെ അപമാനിക്കുന്ന ആ ഒരു അപരാധവും കൂടി നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇവിടെ തന്നെ ഇരിക്കുക. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോവാണ്. നാരായണ ഋഷി നമ്മളെ കൊണ്ടുപോവാണ് വൈകുണ്ഠത്തിലേക്ക്. വൈകുണ്ഠത്തിൽ ആരാണുള്ളത്? നാരായണൻ. അങ്ങനെ ആ നാരായണന്റെ അടുത്തേക്ക് അവിടെ ഒരു ദേവി വളരെ കരഞ്ഞ് നിലവിളിച്ച് അവിടെ ചെല്ലുന്നു. ആ ദേവിക്ക് എന്താണ്? ആ ദേവിയോട് നാരായണൻ ചോദിച്ചു, എന്താണ് വൈകുണ്ഠത്തിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടൊന്നും ആരും വരില്ലല്ലോ, എന്താണ് ദേവിയുടെ ദുഃഖം? അവിടുന്ന് എന്താണ് കരയുന്നത്? അവിടുത്തെ പേരെന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാനാണ് മലമാസത്തിന്റെ ദേവതയാണ് എന്ന് പറയുന്നു. അപ്പം എന്നെ എന്താണ് ദുഃഖത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ അതിമാസം അല്ലെങ്കിൽ മലമാസം എന്ന് പറഞ്ഞ ആൾക്കാര് അവഗണിച്ചു, എന്നെ എപ്പോഴും തിരസ്കരിക്കുകയാണ്. എന്നെ ആരും ഒരു നല്ല കാര്യത്തിലും പങ്കെടുക്കാൻ പറ്റില്ല. എന്റെ ദൃഷ്ടി കിട്ടിയാൽ തന്നെ ആൾക്കാർക്ക് അത് അശുഭമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആൾക്കാർ ഈ മാസം ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്, ഈ മാസത്തിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്റെ ദൃഷ്ടി പോലും എന്റെ നാമം പോലും ആൾക്കാർക്ക് പറയാനായിട്ട് മടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാന് അതീവ ദുഃഖിതയാണ്. അങ്ങേക്ക് മാത്രമേ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് കണ്ടിന്യൂസ്ലി ആയി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, എന്റെ അടുക്കൽ അടഞ്ഞ ഒരാൾക്കും തന്നെ ദുഃഖിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. അപ്പൊ അതുകൊണ്ട് ദേവി എണീറ്റാലും നമുക്ക് ഇതിന് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് സാക്ഷാൽ ഗോവിന്ദൻ വസിക്കുന്ന ഗോലോക വൃന്ദാവനത്തിലേക്ക് നമുക്ക് പോകാം ഉടൻ തന്നെ എന്ന് പറഞ്ഞ് മഹാവിഷ്ണു ഭഗവാന്റെ ആ ഒരു ധ്യാന ശക്തിയാൽ എന്ത് ചെയ്യുന്നു, ഈ ദേവിയെയും കൂടി ഗോലോക വൃന്ദാവനത്തിലേക്ക് അങ്ങനെ സാധാരണ പോകാനായിട്ട് അസാധ്യമാണ്. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് ഈ പറയുന്ന ഈ മലമാസത്തിന്റെ ദേവതയും ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തുന്നു. അവിടെ ചെന്ന് സാക്ഷാൽ ഗോവിന്ദനെ കണ്ട് പ്രണമിക്കുന്നു രണ്ടുപേരും. അപ്പൊ അങ്ങനെ ഗോവിന്ദനെ കണ്ടിട്ടും അവിടെ ഈ മലമാസത്തിന്റെ കണ്ണുനീര് തോർന്നിട്ടില്ല. ഗോലോക വൃന്ദാവനത്തിൽ കണ്ണുനീര് വീണു. അപ്പം പരമപുരുഷനായ ഗോവിന്ദൻ അതീവ മായ വിഷമം ഉണ്ടാകുന്നു. എന്താണ് ഇതിന് മാത്രം ദുഃഖിതയായിട്ട് ദേവി ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഈ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേരേണ്ട സാഹചര്യം ഉണ്ടായത്, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ ഒരു മാസത്തിന്റെ ദേവതയായിട്ട് എനിക്ക് ജീവിച്ചിരിക്കാനായിട്ട് താല്പര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദേവി ആ ഭൂമിയിലേക്ക് വീണ്ടും അബോധാവസ്ഥയായിട്ട് വീണു. അങ്ങനെ ഈ മലമാസത്തിന്റെ ദേവതയെ ഭഗവാൻ പെട്ടെന്ന് തന്നെ വിളിച്ച് ഉണർത്തിയിട്ട് പറയുന്നു, ദേവി ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ നാഥൻ ഞാനാണ്. അതുകൊണ്ട് ഇനി തൊട്ട് ഈ നിന്റെ ആ ഒരു മാസത്തിന്റെ പേര് പുരുഷോത്തമ മാസം എന്നാണ്. പുരുഷോത്തമനാണ്, ഞാനാണ് നിന്റെ ഉടമ. ഇനി തൊട്ട് ആര് എന്നെ ഉപാസിക്കുന്നുവോ, ഈ മാസത്തിൽ ആര് എന്നെ ഉപാസിക്കുന്നുവോ, എനിക്ക് വേണ്ടിയിട്ട് വ്രതം എടുക്കുന്നുവോ, അവർക്കെല്ലാം ഈ മാസം അതീവ പുണ്യവും അതീവ സൗഭാഗ്യങ്ങൾ ചെയ്യുന്ന മാസവുമാണ്. അല്ലാത്തവർക്കൊക്കെ ഇത് ഭയങ്കര അതീവ കഷ്ടതകൾ
ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരുഷോത്തമ മാസത്തെ അപമാനിക്കരുത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പറയുന്നത്. കാര്യം നമ്മൾ പുരുഷോത്തമ മാസത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഭഗവാൻ ഒരുപാട് അസംഖ്യം അനുഗ്രഹങ്ങളാണ് കൊടുത്തത് ഈ പുരുഷോത്തമ മാസത്തിൽ. അതുപോലെ തന്നെ ഈ മാസത്തിൽ എന്താണ്, പുണ്യ നദികളിൽ സ്നാനം ചെയ്യുക, അതുപോലെ തന്നെ അന്നദാനം ചെയ്യുക, വസ്ത്രദാനം ചെയ്യുക, ഗോദാനം ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഭഗവാന്റെ ദിവ്യ കീർത്തനങ്ങൾ ജപിക്കുക. അങ്ങനെ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത് ഈ മാസത്തെ പൂർണ്ണമായിട്ട് ആചരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാധ്യമാകും. അപ്പൊ അതുകൊണ്ട് ഈ മാസം അതീവ പുണ്യ മാസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മാസമായിട്ട് മാറുമെന്ന് പറഞ്ഞ് ഭഗവാൻ അസംഖ്യം അനുഗ്രഹങ്ങൾ ഈ മാസത്തിന്റെ ദേവതയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അന്ന് മുതലാണ് പുരുഷോത്തമ മാസം ഉണ്ടായത്. അപ്പൊ ഈ പുരുഷോത്തമ മാസത്തിന്റെ പിറവി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. 3 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. ഇതിന്റെ ഒരു ദേവതയുണ്ട്. അപ്പം ഭഗവാൻ തന്നെ ഈ ദേവതയ്ക്ക് നാഥനില്ലാത്ത ആളായതുകൊണ്ട് ഭഗവാൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഗോവിന്ദൻ തന്നെ ഇതിന്റെ നാഥനായിട്ട് പരിണമിച്ചു. അങ്ങനെ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള ഭഗവാന്റെ മാസം, ഭഗവാന്റെ സ്വന്തമായിട്ടുള്ള മാസമാണ് പുരുഷോത്തമ മാസം. നിങ്ങൾ ശ്രദ്ധിച്ചു, ഭഗവാന്റെ സ്വന്തം മാസമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയും കാര്യമായിട്ട് ഈ മാസത്തെ എന്ത് ചെയ്യണം, ഈ മാസത്തെ പറ്റി അറിഞ്ഞ അപ്പോൾ മുതൽ, എപ്പോഴാണ് ചിലപ്പോൾ ഇന്നാണ് നിങ്ങൾ അറിഞ്ഞെങ്കിൽ ഇന്ന് മുതലെങ്കിലും എന്താണ് അതീവ ജാഗ്രതയോടുകൂടി അപരാധങ്ങളൊന്നും തന്നെ സംഭവിക്കാതെ, അതായത് വൈഷ്ണവ അപരാധങ്ങളൊന്നും തന്നെ പാടില്ല, മറ്റൊരാൾക്ക് മനോവിഷമം വരുന്ന ഒന്നും തന്നെ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വർജിക്കാൻ പറ്റിയ നമ്മളുടെ മോശ സ്വഭാവങ്ങളൊക്കെ വേണമെങ്കിൽ വർജിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മാസത്തേക്ക് ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അതുപോലെ കാപ്പി കുടിക്കുന്നവരാണെങ്കിൽ ഈ മാസത്തിൽ ഞാൻ കാപ്പി കുടിക്കുന്നില്ല എന്ന് വെക്കാം. അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ഈ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ മാസം നോൺ വെജ് കഴിക്കുന്നില്ല. അങ്ങനെ ഓരോ നിശ്ചയങ്ങൾ എടുക്കുക. അങ്ങനെ എന്താണ് ഈ മാസത്തിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പൂർണ്ണമായിട്ടും പുരുഷോത്തമ മാസത്തെ ഗ്ലോറിഫൈ ചെയ്ത് അതിന്റെ ആരതിയൊക്കെ ചെയ്ത് അതിലെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ തന്നെ നമ്മൾ കീർത്തനങ്ങളൊക്കെ ചൊല്ലി നാമം അധിക റൗണ്ട് ചെല്ലുവാണെങ്കിൽ എല്ലാം 1000 മടങ്ങാണ് എഫക്റ്റ്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു റൗണ്ട് ജപിക്കുന്നത് എന്താണ് ഇവിടെ 1000 റൗണ്ട് ജപിക്കുന്നതിന് തുല്യമാണ്. ഈ പുരുഷോത്തമ മാസത്തിൽ നമ്മൾ ജപിക്കുവാണെങ്കിൽ അത് നമ്മൾ ഒറ്റയ്ക്ക്, അത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ട് ജപിക്കുവാണെങ്കിൽ അതിലും വലുത്. അതുപോലെ നമ്മൾ ഒരു സത്സംഗത്തിൽ ഇരുന്ന് ജപിക്കുവാണെങ്കിൽ എന്താണ് സങ്കീർത്തനമായി മാറും. നമ്മൾ ഒറ്റയ്ക്ക് ജപിച്ചാൽ അതൊരു കീർത്തനമാണ്. പക്ഷെ സംഘം ചേർന്ന് ജപിക്കുവാണെങ്കിൽ സങ്കീർത്തനം. അപ്പൊ എവിടെയെങ്കിലും സത്സംഗം ഫിസിക്കൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവുക. അതുപോലെ തന്നെ ഈ ഈ പുരുഷോത്തമ മാസത്തിൽ നിങ്ങൾ എന്താണ് അതിൻ്റെതായ രീതിയിൽ സത്സംഗം കൂടി നല്ല മുതിർന്ന വൈഷ്ണവർക്ക് ദാനമോ ദക്ഷിണയോ ഒക്കെ കൊടുത്ത് അവരുടെ ദണ്ഡവത് പ്രണാമം ഒക്കെ ചെയ്തിട്ട് അവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുക. അവർ പറയുന്ന പോലെയൊക്കെ തന്നെ ചെയ്യുക, ആരതി ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുണ്യ ധാമുകളിലൊക്കെ പോകാനായിട്ട് സാഹചര്യം വരുവാണെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും തന്നെ ആരെയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ മാസത്തിന്റെ മാഹാത്മ്യം അറിയാത്തത് കൊണ്ട് ചില ആൾക്കാർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇനി ഞാൻ പറഞ്ഞു പോകുന്നത്. ഈ കഥയുടെ കണ്ടിന്യൂഷൻ. അപ്പൊ ഭഗവാൻ വീണ്ടും അപ്പൊ ആരാണ് ഈ കഥ പറയുന്നത്? നാരായണ ഋഷി പറയുന്ന കഥയാണ്. നാരദ മുനിയോട് പറഞ്ഞ കഥ. നമ്മൾ എവിടം വരെ ചെന്നു? ഈ മാസത്തിന്റെ അതിദേവതയായിട്ടുള്ള ഈ ദേവിക്ക് അസംഖ്യ അനുഗ്രഹങ്ങൾ കൊടുത്തു. അപ്പോൾ ഈ കഥ ആരോട് പറഞ്ഞു? വീണ്ടും അവിടെ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഇവിടം വരെ കണ്ടു. ഇനി അതില് വീണ്ടും ഒരു ട്വിസ്റ്റ്. കാര്യം ഇത് എപ്പോൾ ആരോട് പറഞ്ഞു? മഹാദേവൻ പാർവതി. അല്ലല്ല, ചൂതുകളി നടന്നു. ചൂതുകളി എവിടെ ചൂതുകളി? ഹസ്തിനപുരിയിൽ അല്ലെ. ഹസ്തിനപുരിയില് ചൂതുകളി നടന്നപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ് സംഭവിച്ചത്? കള്ളച്ചൂത് കളിച്ചിട്ട് ഭാര്യയെയും അതുപോലെ തന്നെ എന്താണ് സഹോദരന്മാരെയൊക്കെ യുധിഷ്ഠിരൻ പണയം വെച്ചു. യുധിഷ്ഠിരൻ പണയം വെച്ചിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തു. പാഞ്ചാലി അറിയാമല്ലോ അല്ലെ. വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിച്ചു. അവിടെ നിന്നവര് വനവാസം ആരംഭിച്ചു. 12 വർഷത്തെ അജ്ഞാതവാസവും
12 12 വർഷം മാസത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസം, അങ്ങനെ ഒരു വർഷത്തെ 13 വർഷം. അജ്ഞാതവാസം. അങ്ങനെ 13 വർഷത്തെ വനവാസത്തിനിടയ്ക്ക് അവർ ഒരുപാട് കഷ്ടതകൾ, ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ, ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെ ദുര്യോധനൻ ഒരുപാട് അരക്കില്ലോ അറിയാമല്ലോ, അങ്ങനെ പല പല അറിയാം. പീഡകളും എല്ലാം സഹിച്ച് ഇവര് ആത്മഹത്യാപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഭക്ഷണത്തിന് ചിലപ്പോൾ ഒന്നും കാണത്തില്ല. അതിന്റെ ഇടയ്ക്ക് ചില ഗന്ധർവന്മാരും യക്ഷന്മാരും ഒക്കെ പരീക്ഷിക്കാനായിട്ട് വരുന്നു. അപ്പൊ ഇത്രയും ദുഃഖം നമ്മൾ അനുഭവിക്കാൻ കാരണം എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവരെല്ലാം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ആഗതനായത്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആഗതനായി ആ ഇവരുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം കുപിതനാകുകയും എന്താണ് ഈ ലോകം മുഴുവൻ ഞാൻ ഭസ്മമാക്കും എന്നുള്ള രീതിയിലേക്കുള്ള ക്രോധം അങ്ങ് അദ്ദേഹത്തിന് വരികയും ചെയ്തപ്പോൾ അർജുനനടക്കം എല്ലാവരും അദ്ദേഹത്തിനോട് ആ അവിടെ ശാന്തനാകാൻ പറയുകയും അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് ചില പുണ്യമായിട്ടുള്ള കഥകളും ഒക്കെ കേൾക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതേപോലെ പുരുഷോത്തമ മാസത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി പറയുകയാണ്. ഇനി നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും പുരുഷോത്തമ മാസം ആചരിച്ചില്ല. ഇത്രയും നാൾ ഈ വനവാസ കാലത്ത് പുരുഷോത്തമ മാസം എത്ര എണ്ണം കടന്നുപോയി, അതിനു മുൻപേയും വന്നിരുന്നു. രാജധാനിയിൽ നിങ്ങൾ ഇരുന്ന സമയത്തും പുരുഷോത്തമ മാസം വന്നുപോയി, നിങ്ങൾ ആ പുരുഷോത്തമ മാസം ആചരിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കഷ്ടകാലങ്ങൾ വരുന്നത്. ഇനി ഒരു 2-3 മാസത്തിനകം പുരുഷോത്തമ മാസം വരും. നിങ്ങൾ അത് ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൂർണ്ണ വ്രത ധ്യാനത്തോടു കൂടിയും അതുപോലെ ദാനമൊക്കെ ചെയ്ത് പുണ്യനദികളിലൊക്കെ എന്താണ് സ്നാനം ചെയ്ത് നിങ്ങൾ എന്താണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കെല്ലാം ശാന്തി, ഇനി മുന്നോട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാകുള്ളൂ എന്ന് ഭഗവാൻ അരുളി ചെയ്തു. അങ്ങനെ പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കാൻ കാര്യം? നിങ്ങൾ പുരുഷോത്തമ മാസത്തെ അപമാനിച്ചു. ആരാണ് അപമാനിച്ചത്? ദ്രൗപദിയാണ് പുരുഷോത്തമ മാസത്തെ അപമാനിച്ചത്. അതുകൊണ്ടാണ് അവൾക്ക് ഈ കഷ്ടതകൾ മുഴുവനും അനുഭവിക്കേണ്ടി വന്നത്, അല്ലെ? 5 പേരുടെ ഭർത്താക്കന്മാരാകേണ്ടി 5 പേരുടെ ഭർത്താക്കന്മാരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ? നമുക്കറിയാം. നമുക്ക് ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ 5 പേരെയൊക്കെ എങ്ങനെ ഭർത്താക്കന്മാരാക്കി? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊരു സ്ത്രീയെ സംബന്ധിച്ച് ഭയങ്കര അപമാനമാണ്, അല്ലെ? അതെ. അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദ്രൗപദിയെ പറ്റി അവിടെ വെച്ച് കർണൻ വിളിക്കുകയും ചെയ്തു വസ്ത്രാക്ഷേപ സമയത്ത്, അതെ. അല്ലെ? 5 പേരെ ദേശീയ വേശ്യാസ്ത്രീ എന്നുള്ള രീതിയിൽ ദേശീയ വിളിക്കുകയും ചെയ്തു. അപ്പൊ എന്തുമാത്രം അപമാനമാണെന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ കാരണം, ഇത് സഹിക്കേണ്ടി വന്ന കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയെപ്പറ്റി ഉം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് പാണ്ഡവരോട് ഉപദേശിക്കുന്നതായിട്ടാണ് ഈ നാരായണ ഋഷി നാരദ മുനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെ? ആ കഥ, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മളിപ്പോ കുറേ സന്ദർഭങ്ങൾ കണ്ടല്ലേ, എവിടെയെല്ലാം പോയിട്ടാണ് നമ്മൾ ഇനി എത്തിയത്, അല്ലെ? ഇനി നമ്മൾ പോകുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ്. ദ്രൗപദിയുടെ പൂർവ്വ ജന്മം എന്ന് പറയുന്നത് ഒരു മേധ ഋഷിയുടെ മകളായിട്ടാണ്, അല്ലെ? ദ്രൗപദിയുടെ പൂർവ്വ ജന്മം മേധ എന്നാണ് എനിക്ക് തോന്നുന്നു. അതെ, അപ്പം മേധ മകളാ. മേധ ഋഷിയുടെ മകളായിട്ടാണ് ദ്രൗപദിയുടെ പൂർവ്വജന്മം. അപ്പൊ ഈ ദ്രൗപദിയുടെ പൂർവ്വജന്മത്തില് ദ്രൗപദിയുടെ മാതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഈ ഋഷിയായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഋഷി വളർത്തിക്കൊണ്ടിരുന്നപ്പോ ഋഷിക്ക് എന്താണ് പ്രത്യേകിച്ച് എന്താണ് മകളെ കല്യാണം കഴിച്ചു വിടണമെന്നൊന്നും ഒരു താല്പര്യവുമില്ല. അപ്പോൾ ഈ ദ്രൗപദിക്ക് ഉചിതനായിട്ടുള്ള ഒരു വരനെ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പിതാവിനോട് എങ്ങനെയാണ് പറയുന്നത്? കാര്യം പിതാവിന്റെ കാലശേഷം ഞാൻ ഒറ്റയ്ക്കാകുമല്ലോ, അമ്മയില്ല. അപ്പം അങ്ങനെ ഒറ്റയ്ക്കാവുന്ന സ്ത്രീകളുടെ ദുരിതം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് കൊണ്ട്, പക്ഷെ ഒരു മകൾ എന്ന നിലയിൽ അച്ഛനോട് ഇത് പറയാനും പറ്റില്ല. അതിന് അതീവ ദുഃഖിതയായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഈ ഋഷി എന്ത് ചെയ്തു? ഒരു ദിവസം അങ്ങേരും പിതാവായിട്ടുള്ള ആ ഋഷിവര്യനും മരിച്ചുപോയി. അങ്ങനെ ഇവർ ഒറ്റയ്ക്കാകുന്നു. അങ്ങനെ ദ്രൗപദി വളരെ അധികം ഒറ്റയ്ക്ക് വിലപിച്ചിരുന്ന് സങ്കടത്തിലിരുന്ന് കരഞ്ഞ് ദിവസം തള്ളി നീക്കുകയാണ്. എനിക്ക് എങ്ങനെയും ഒരു നാഥൻ ഉണ്ടാവണം, ഒരു ഭർത്താവ് ഉണ്ടാകണം. ഭർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ എന്റെ കാര്യം അവര് നോക്കിക്കൊള്ളൂല്ലോ. ഭർത്താവിന്റെ തണലില് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സുരക്ഷിതമല്ല ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇവരുടെ മനസ്സിന്റെ ദുഃഖം അറിഞ്ഞ് ദുർവാസ മഹർഷി അങ്ങോട്ടേക്ക് ആഗതനായത്. അപ്പൊ ദുർവാസ മഹർഷി ആരാണ്? ഇവരുടെ പിതാവിന്റെ സുഹൃത്തും കൂടിയാണ്. അപ്പം പുത്രിയുടെ സമാനമാണ് ദ്രൗപദി. പുത്രിയുടെ സമാനമായിട്ടുള്ള പുത്രി എന്നൊക്കെയാണ് വിളിച്ചതും
അപ്പം ഇവരുടെ ദുഃഖം കണ്ട് എനിക്ക് നിന്റെ ദുഃഖത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും പങ്കുചേരുന്നു. നല്ല വിഷമമുണ്ട്. പക്ഷെ ഉടനെ നിന്റെ ദുരിതങ്ങളൊക്കെ മാറാൻ പോകുകയാണ്. കാര്യം ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷോത്തമ മാസം വരുന്നു. അപ്പൊ നീ അത് ആചരിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും എന്ന് പറഞ്ഞു. അല്ലയോ ദുർവാസാവ് മഹർഷേ, ഈ പുരുഷോത്തമ മാസം മലമാസമല്ലേ? അപ്പൊ ആ മലമാസത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. ഞാനത് എന്താണ് അങ്ങയോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർക്കെ ഞാൻ അത് പറയാണ്. എനിക്ക് ആ മാസം മലമാസം ആചരിക്കാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, സാധാരണ ഇതിൽ ദുർവാസാവാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഒരൊറ്റ ശാപം കൊടുക്കുകയാണ്. അപ്പൊ ഇവരുടെ സാഹചര്യം നോക്കി, അതായത് പിതാവില്ല, ഭർത്താവില്ല, അല്ലെ? പിന്നെ എന്താണ്? ഒരു സ്ത്രീ, അബലയായിട്ടുള്ള സ്ത്രീ. അപ്പൊ അവരെ ശപിച്ചിട്ട് ഇദ്ദേഹത്തിനൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പറയുവാണ്, ഞാൻ നിനക്ക് പ്രത്യേകിച്ച് ശാപം ഒന്നും തരുന്നില്ല. പക്ഷെ പുരുഷോത്തമ മാസത്തെ അപമാനിച്ചത് കൊണ്ട് നീ തീർച്ചയായിട്ടും നീ ദണ്ഡനത്തിന് അർഹയാകും. പക്ഷെ ഞാനിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ദുർവാസാവ് അവിടുന്ന് വിരമിക്കുന്നു. അപ്പോൾ ഈ ദ്രൗപദി വിചാരിക്കും, എന്താണ് ഇനി ആകെ ഒരു ഉപായം എന്ന് പറഞ്ഞാൽ എന്റെ ജീവത്യാഗമാണ്, അല്ലെ? ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെ ആയപ്പം ഇദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി, അത് ദുർവാസാവ് പറഞ്ഞിരുന്നു, മഹാദേവനെ ഭജിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മഹാദേവനെ പ്രാർത്ഥിച്ചു, മഹാദേവനെ തപസ്സിരുന്നു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തിയത്? കാര്യം എനിക്ക് ഒരു പതിയെ കിട്ടണം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പം മഹാദേവൻ പതിയെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ വീണ്ടും കാത്തിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു പതിയെ, അനുരൂപനായ ഒരു പതിയെ കിട്ടണമെന്ന് ഉള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇവര് 5 പ്രാവശ്യം പറഞ്ഞു. 5 പ്രാവശ്യം അനുരൂപനായിട്ടുള്ളൊരു പതിയെ എനിക്ക് കിട്ടണം, അനുരൂപനായിട്ടുള്ളൊരു പതിയെ എനിക്ക് കിട്ടണം എന്ന് 5 പ്രാവശ്യം പറഞ്ഞു. മഹാദേവൻ മിണ്ടാതിരുന്നു വത്സേ, നിന്റെ ഇഷ്ടം പോലെ നിന്റെ ആഗ്രഹം പോലെ 5 ഭർത്താക്കന്മാരെ കിട്ടാനായിട്ട് നിനക്ക് ഇടയാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? എനിക്ക് 5 ഭർത്താക്കന്മാരോ? അപ്പൊ നീ 5 പ്രാവശ്യം എന്നോട് ഇത് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് നിനക്ക് 5 ഭർത്താക്കന്മാര്, ഇനി ആ വരദാനം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എങ്ങനെ ഒരു സ്ത്രീ 5 ഭർത്താക്കന്മാരുടെ കൂടെ കഴിയും? അപ്പോൾ മഹാദേവൻ പറയുന്നു, നീ പുരുഷോത്തമ മാസത്തെ അപമാനിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു വിധി വന്നത്. അപ്പൊ അതുകൊണ്ട് നീ തീർച്ചയായിട്ടും 5 ഭർത്താക്കന്മാരെ നിനക്ക് ഉണ്ടാകും. പക്ഷെ ഞാൻ നിനക്കൊരു ഇളവ് ചെയ്തു തരികയാണ്. കാര്യം എന്താണ്? നിന്റെ ഈ ഒരു അവസ്ഥ ആലോചിച്ച അവസ്ഥ എന്താണ്? അബലയാണ്, അല്ലെ? ആരുമില്ല, പിതാവും ഇല്ല, ഒന്നുമില്ല. നിന്റെ ഈ അവസ്ഥ ആലോചിച്ചിട്ട് ഇത് നിനക്ക് അടുത്ത ജന്മത്തിൽ എടുത്താൽ മതി എന്ന് പറയുന്നു. ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിൽ നിനക്ക് ഇതെടുത്താൽ മതിയാകും എന്ന് പറയുന്നു. അങ്ങനെ മഹാദേവൻ അവിടുന്ന് അന്തർധ്യാനം ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? ദ്രൗപദി ഒരു അഗ്നി കൂട്ടിയിട്ട് എന്താണ്, അഗ്നിയിൽ ജീവൻ ത്യജിക്കുന്നു. അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ സമയത്താണ് പിന്നെയുള്ള യുഗം വന്നപ്പോഴത്തേക്കിനാണ് ദ്വാപര യുഗത്തില് നമ്മുടെ ദ്രുപദ രാജാവ് ഇതുപോലെ ഒരു ഹോമം നടത്തി. ആർക്കാണ്? ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ടാണ് ഹോമം നടത്തിയത്. പക്ഷെ ആ ഹോമത്തിൽ നിന്ന് വന്നത് ആരാണ്? പുത്രിയാണോ? പുത്രിയാണ്. ദ്രൗപദിയാണ് പുറത്തു വന്നത്, അല്ലെ? ദ്രൗപദിയാണ് ആ ഹോമകുണ്ടത്തിൽ നിന്ന് വന്നത്. അവിടെ ഹോമകുണ്ടത്തിൽ ജീവൻ ഒടുക്കിയ ആ ദ്രൗപദി എന്താണ്, ആ അഗ്നിയുടെ രൂപത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു അവരുടെ ജീവൻ. അപ്പൊ ഈ ഹോമകുണ്ടത്തിൽ കൂടെ അവർ പുറത്തു വന്നു. അപ്പൊ അങ്ങനെ ദ്രൗപദിയെ ദ്രുപദന് ഭയങ്കര വിരോധമായി. ഞാൻ പുത്രന് വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ച ഒരു പുത്രി, ഒരു ശിഖണ്ഡി എന്ന് പറഞ്ഞൊരു പുത്രി ഓൾറെഡി ഉണ്ട്. ആ ശിഖണ്ഡി തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്കെതിരെ, അല്ലേ? അപ്പം അടുത്തത് വീണ്ടും പുത്രിയായോ എന്ന് വിചാരിച്ച് ദ്രൗപദിയെ അങ്ങനെ എന്താണ് ഒരു അപമാനിച്ച് ഫോണിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. ശിഖണ്ഡി ജനിക്കണത്. ശിഖണ്ഡി ആദ്യമാണോ ജനിക്കണത്? ആദ്യ ശിഖണ്ഡിയാണ് ദ്രുപദന്റെ മകളായിട്ട് ഉണ്ടായത്. മകളാണോ മകനാണോ എന്ന് അറിയില്ലല്ലോ. രണ്ടാണും പെണ്ണും അല്ലാത്ത ആളാണ് ശിഖണ്ഡി. പക്ഷെ മകളായിട്ടാണ് വളർത്തിയത്. മകളായിട്ട് സ്ത്രീ വേഷം കെട്ടിയിട്ടാണ് വളർത്തിയിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് എന്താണ് പുത്രി ഉണ്ടായത് ഹോമം നടത്തിയപ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഋഷിമാരെ ബലം പ്രയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് വീണ്ടും ഹോമം അവർ നടത്തി. അവരെന്ത് ചെയ്തു? പിന്നീട് ഒരു പുത്രനൂടെ ഉണ്ടായി. ആ പുത്രന്റെ പേരാണ് ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനെയാണ്
സ്വന്തം ഗുരുവായ ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യ പഠിപ്പിക്കാണ്ട് ദ്രോണാചാര്യരുടെ അടുക്ക തന്നെ വിട്ടു. മനസ്സിലായില്ലേ? ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ശസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടി ദ്രോണാചാര്യരുടെ അടുക്ക തന്നെ വിട്ടു. അങ്ങനെ ദൃഷ്ടദ്യുമ്നനാണ് അവസാനം ദ്രോണാചാര്യരെ വധിക്കുന്നത്. കാര്യം അർജുനനാണ് അതിനെ അവർ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തെങ്കിലും ദൃഷ്ടദ്യുമ്നന്റെ കൈകൊണ്ടാണ് ദ്രോണാചാര്യർ വധിക്കപ്പെടുന്നത്. സ്വന്തം ഗുരുവിനെ വധിക്കുകയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ദ്രൗപദിക്ക് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ ദ്രൗപദി അങ്ങനെ 5 ഭർത്താക്കന്മാരായിട്ടുള്ളവളായിട്ട് ജനിച്ചു. എന്തുകൊണ്ടാണ്? പുരുഷോത്തമ മാസത്തെ അപമാനിച്ചത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ പുരുഷോത്തമ മാസത്തെ വളരെ നല്ല രീതിയിൽ എടുക്കാത്ത കാര്യം. നമ്മൾ മലയാളക്കരയിൽ താമസിക്കുന്ന ആർക്കും തന്നെ ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, അറിഞ്ഞുകൂടാ, ഒരു മനുഷ്യർക്കും അറിയത്തില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞ ആൾക്കാർ നമ്മളെ പുച്ഛിക്കും. അതുകൊണ്ട് നമ്മൾ അവരെ പേടിപ്പെടുത്താനൊന്നും പോകണ്ട. നമ്മൾ ഇത് അറിഞ്ഞത് ഇന്ന് മുതലാണെങ്കിലും നമ്മൾ പുരുഷോത്തമ മാസത്തെ ആചരിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെടിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വെടിയണം. നമ്മളുടെ അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ അഹങ്കാരം വെടിയണം, ഈഗോ വെടിയണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റം വിചാരിക്കുന്ന മനസ്സിലുണ്ടെങ്കിൽ അത് വെടിയണം. അതുപോലെ തന്നെ ദാനം ചെയ്യുന്നു ഉണ്ടെങ്കിൽ നമ്മൾ പിശുക്കരാണ്, ഒരു മനുഷ്യർക്ക് ഒന്നും കൊടുക്കത്തില്ലാത്തവരാണെങ്കിൽ കൈയൊക്കെ ഒന്ന് തുറന്ന് കൈ അയച്ച് സഹായിക്കണം. അങ്ങനെ എന്ത് നല്ല കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്താലും അത് 10 ടൈംസ് 1000 ടൈംസ് ആണ് വലുതായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മോശം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ 10,000 ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ദുർബുദ്ധി ഉണ്ടാകുവാണെങ്കിൽ ആ ദുർബുദ്ധിയുടെ 1000 ടൈംസ് നമുക്ക് മോശം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. നല്ലത് ചെയ്ത് ആണെങ്കിൽ ഇതുപോലെ 1000 മടങ്ങ് നല്ല നമുക്ക് വന്നു ചേരും. മോശം ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വല്പം അല്പസ്യ ധർമ്മസ്യ എന്നുള്ള രീതിയിൽ നമ്മൾ അതിലെ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ബുക്ക്ലെറ്റ് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദയവായിട്ട് നിങ്ങൾ വെറുതെ ഒരു ലൈക്ക് അടിച്ച് പോകാതെ അതൊക്കെ സേവ് ചെയ്യുകയോ പ്രിന്റ് ചെയ്യുകയോ ഒക്കെ എടുത്തു വെക്കണം. കാര്യം ഇനി അടുത്ത 3 മാസം കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് എല്ലാവരും 3 വർഷം കഴിയുമ്പോഴേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുരുഷോത്തമ യോഗം നമുക്കൊന്ന് വായിക്കാം. ഓരോ ശ്ലോകം വെച്ചിട്ട് ഓരോരുത്തരും പെട്ടെന്ന് ജപിക്കും. 15-ാമത്തെ അധ്യായം എടുക്കുക. ഈ മാസത്തിൽ നിത്യവും ജപിക്കേണ്ട ഭഗവത്ഗീതയിലെ ഒരു അധ്യായമാണ് 15-ാമത്തെ അധ്യായം. കാര്യം അത് ഭഗവാൻ പുരുഷോത്തമന്റെ എന്നെ പറ്റിയുള്ള അധ്യായമാണ്. അതിലെ 1, 2, 3 ശ്ലോകങ്ങൾക്ക് മാത്രമേ ഞാൻ അർത്ഥം പറയുള്ളൂ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരായിട്ട് വായിക്കേണ്ടതാണ്. ഞാൻ ആദ്യത്തെ ശ്ലോകം വായിക്കാം. ശ്രീമദ് ഭഗവത്ഗീത എടുത്തോളൂ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 15 പുരുഷോത്തമ യോഗം ശ്ലോകം 1. ശ്രീ ഭഗവാനുവാചാം ഊർധമൂലമതശാഖാമശ്വത്ഥം ഫടഹരവ്യയം ചന്ദാമസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. ശ്ലോകം 2. അധശോർധം പ്രസിതാസ്തസ്യ ശാഖാഗുണ പ്രവൃദ്ധ വിഷയപ്രവാലാം അധശ്ച മൂല്യാനനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. എടുത്തില്ലാരോ? സവിതാ മാതാജി വായിക്കട്ടെ പ്രഭു, 3, 4. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ നാചാതിർന ച സംപ്രതിഷ്ഠാം അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർതന്തി ഭൂയ ത്വമേവ ചാദ്യം ഹൃദയം പ്രപദ്യേ. ത്വമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതപ്രവർത്തിം പ്രസൂത പുരാണി. ഹരേ കൃഷ്ണ. ഞാൻ വായിച്ചോട്ടെ പ്രഭു? സവിതാ മാതാജി. ഹരേ കൃഷ്ണ. നിർമാനമോഹാജിതസംഗദോഷ ആധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സഞ്ചേർ ഗച്ഛന്ത മൂഢാ പദമവ്യയം തത് ന തദ്വാ. ഹരേ കൃഷ്ണ. ശ്ലോകം 6 നമ്മുടെ രതിദേവി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ന തദ്ഭാസേ
ഭാസയതേ സൂര്യോന ശശാങ്കോന പാവക യദ്ഗത്വാന നിർവർത്തന്തേ തദ്ധാമ പരമം മമ. അതിന്റെ ഭാവാർത്ഥം ഹരേ കൂടി ഒന്ന് വായിച്ചു. കൃഷ്ണ. ഭാവാർത്ഥമല്ല, വിവർത്തനം കൂടി ഒന്ന് വായിച്ചു. വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കുന്നത്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ഹരിബോൽ. മനസ്സിലായോ എന്താന്ന്? മനസ്സിലായി. ഭഗവാന്റെ സ്വന്തം ധാമമായ എന്താണ്? മദ്ധാമ പരമമമ, എന്റെ ധാമമാണ് ഏറ്റവും സുപ്രീം, ഏറ്റവും മുകളിലുള്ളത് എന്ന് പറയാം. പരമമായ എന്റെ ആവാസ സ്ഥലത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചെത്തുന്നില്ല. ആധികാരികമായിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഇത് ആര് പറഞ്ഞതാണ്? സാക്ഷാൽ പുരുഷോത്തമൻ, അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള, ആ ധാമത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആള് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അല്ലെ? അടുത്തത് 7ാമത്തെ ശ്ലോകം ശോഭന മാതാജി, അതിന്റെ അർത്ഥം കൂടി വായിക്കുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തെ ശ്ലോകങ്ങളൊക്കെ തന്നെ ആധികാരികമായിട്ട് ഓതന്റിക്കേറ്റഡ് ആണ്. പല ആചാര്യന്മാര് കോട്ട് ചെയ്യുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മാത്രമാണ് ഞാൻ വായിപ്പിക്കുന്നത്. ശോഭന മാതാജി. അധ്യായം 15 പുരുഷോത്തമ യോഗം. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. മമ വംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃ സൃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഭാവാർത്ഥം. എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബന്ധരായ സകല ജീവസത്തുക്കളും. ബന്ധരായ ജീവിതം നയിക്കിയാൽ മനസ്സുൾപ്പെടെയുള്ള ആന്തരിന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഹരകൃഷ്ണ പ്രഭു. ഞാൻ തന്നെ ഒരു 10,000 തവണ പറഞ്ഞു കാണും അല്ലെ? മമേവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃ ഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ ആത്മാക്കൾ. ലോകത്തിലുള്ള ആത്മാക്കൾക്ക് എന്താണ്? ബദ്ധരാണ്, ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ കർമ്മങ്ങൾ കൊണ്ടല്ലേ. അതൊക്കെ ആരാണ്? എന്റെ ശാശ്വതമായ അംശങ്ങളാണ്. ശാശ്വതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഒരിക്കലും നശിക്കാത്ത ആത്മാവ് ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അല്ലെ? ഈ ആത്മാവിന്, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഭഗവാൻ ഇവിടെ ഔതന്റിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്, അത് എന്റെ അംശവുമാണ്. ബദ്ധമായ ജീവിതം നയിക്കിയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. അവരെ ബന്ധിക്കപ്പെട്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് അവരവിടെ കിടന്ന് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകം കൃഷ്ണകുമാരി മാതാജി. ശരീരം ശരീരം യത് വ്യാപ്നോതി യത്സാബുത്ക്രാന്തമതീശ്വരഃ ഗൃഹീതൈതാനി സംയാതി വായുർഗന്ധാനി വാസയാത്. ഹരേ കൃഷ്ണ. 9ാമത്തെ ശ്ലോകം മാധവി രാധ മാതാജി. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനഃഛായം വിഷയാനുപസേവതേ. ഹരേ കൃഷ്ണ. ശ്ലോകം 10 സുജന മാതാജി. ഉത്കാമന്തം സ്ഥിതം ഭാവി ഭുജാനാം വാ ഗുണാന്വിതാം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 11 ലൈല മാതാജി. യതന്തോ യോഗിനച്ഛേനം പശ്യന്താത്മന്യവസ്ഥിതം യതന്തോ പ്രകൃതാത്മനാ നൈനം പശ്യന്ത ചേതസാ. ഹരേ കൃഷ്ണ. ശ്ലോകം 12 പത്മ മാതാജി. ഹരേ കൃഷ്ണ. യദാദിത്യഗതം തേജോ ജഗത്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്ധി മാമകം. ഹരേ കൃഷ്ണ. ശ്ലോകം 13 രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. രാമവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വാ രസാത്മക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 14 അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാന്തേഹം ആശ്രിതഃ പ്രാണാപാനസമായുക്ത പച്ചാമ്യന്നം ചതുർവിധം. ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഇത് ഒരു ഓതന്റിക്കേറ്റഡ് ഉള്ള ശ്ലോകമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വായിച്ചത്.
ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്നാണ് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നത്. ഭഗവാൻ വളരെ ഓതന്റിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. എല്ലാവരുടെയും ശരീരത്തിൽ വയറിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അഗ്നി ഉണ്ടല്ലേ, ജഠരാഗ്നി എന്നൊക്കെ പറയുന്ന ആ ദഹനാഗ്നി, അത് ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. അത് പ്രാണവായുവിനോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത് അല്ലെ. ഈ ആത്മാവിനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു തലമുടിനാരിന്റെ അറ്റത്തിന്റെ 10,000-1 വലിപ്പം മാത്രമാണ് ആത്മാവിനുള്ളത് അല്ലെ. അതുകൊണ്ട് നമ്മുടെ പ്രാണവായുവിനോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. ഈ 4 തരത്തിലുള്ള ആഹാരങ്ങൾ, അതായത് ചവച്ചിരക്ക, വലിച്ചൂറ്റി കുടിക്കുന്ന, അങ്ങനെ തരത്തിൽ 4 ടൈപ്പുള്ള ആഹാരങ്ങളുണ്ട്. ഈ ആഹാരങ്ങളെയും എല്ലാം ദഹിപ്പിക്കുന്നത് ഞാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അടുത്തത് 15-ാമത്തെ ശ്ലോകം. സബിത മാതാജി വളരെ ഓതന്റിക്കേറ്റഡ് ആണ്, അതിന്റെ അർത്ഥവും പറയണം. ഹരേ കൃഷ്ണ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തഃ സ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവാവേദ്യോ വേദാന്താകൃത് ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക. ഓക്കെ. സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഹരേ കൃഷ്ണ. ഹരി ബോൽ. അപ്പൊ എന്താണ് പറഞ്ഞത്? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹജാഹം. സർവജീവികളുടെ ഹൃദയത്തിൽ ഞാൻ വാഴുന്നു പരമാത്മാവായിട്ട്. ഭഗവാൻ ഓതറൈസ്ഡ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വേറെ ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. ഭഗവാൻ എല്ലാ ജീവികളുടെ ഹൃദയത്തിലാണ് വാഴുന്നതെന്ന്. അല്ലെ, തലച്ചോറിലല്ല വസിക്കുന്നത്, കാലിലല്ല, കൈകളിലല്ല, ഹൃദയത്തിലാണ് വസിക്കുന്നത്. അതുപോലെ സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. ഇതൊക്കെ ഭഗവാനിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയുന്നത് എന്നെ തന്നെയാണ്. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഈ വേദാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയതും അത് അറിയുന്നതും ഞാൻ തന്നെയാണ്. അതെങ്ങനെ അറിയുന്നത്? കാര്യം ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഭഗവാൻ ഇരിക്കുകയല്ലേ അല്ലെ. ഈ വേദാന്തങ്ങൾ ഉണ്ടാക്കിയതൊക്കെ വേദവ്യാസൻ ഭഗവാൻ തന്നെയാണ് വേദവ്യാസനായിട്ട് വന്നത്. ഇതിനെ ഉണ്ടാക്കിയതും അതേ അറിയുന്നതും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് കേട്ട് നമ്മൾ ഓരോരുത്തരും അറിയുമ്പോൾ ഇത് ആരാണ് സാക്ഷിയായിട്ടിരുന്ന് കേൾക്കുന്നത്? ഭഗവാൻ തന്നെയാണ് അല്ലെ. അപ്പം ഇതെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് വളരെ 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 പ്രധാനപ്പെട്ടാണ് 15-15 15.15. അതങ്ങ് മനസ്സിൽ കുറിച്ചിട്ടോ ഈ ശ്ലോകം. അത് കാണാതെ പഠിക്കുക. നമ്മൾ ആ പുരുഷോത്തമ യോഗം നമ്മൾ എത്തുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലത്. 16-ാമത്തെ ശ്ലോകം ജ്ഞാനബിയ മാതാജി. ദ്വാവിമൗ പുരുഷ ലോകേ ചരക്ഷാക്ഷര ഏവ ച ചര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. 17-ാമത്തെ ശ്ലോകം ശോഭന മാതാജി. 15 പുരുഷോത്തമ യോഗം. ശ്ലോകം 17. ഉത്തമ പുരുഷസ്ഥാനേ പൗരോത്തമുദ പരമോത്സ്ഥാഹിത പരമാത്മേത്യുദാഹൃത യോ യോഗേ ത്രയവിശ്യ ആവിശ്യ വിഭർത്യവയ്യീശ്വര. ഓക്കെ. അടുത്തത് 18-ാമത്തെ ശ്ലോകം കൃഷ്ണകുമാരി മാതാജി. യസ്മാത് അക്ഷരമതീതോ അഹമക്ഷരാദപി ചോത്തമ അതോ അസ്മി ലോകേ വേദേച്ഛ പ്രതിത പുരുഷോത്തമഃ. കൃഷ്ണ ശ്ലോകം 19 മാധവി രാധ മാതാജി. മൈക്ക് ഓൺ ആക്കിയിട്ടത്. സുജന മാതാജി വായിച്ചോളൂ. ശ്ലോകം 19. ശ്ലോകം 19. യോ മാമേവമസം മൂഢോ ജ്ഞാനാദി പുരുഷോത്തമം സ സർവ്വവിൽ ഭജതി മാം സർവഭാവേന ഭാരത. ശ്ലോകം 20 മാധവി രാധ മാതാജി. ശ്ലോകം 20. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ. ഹരേ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം നാമ ഗോവിന്ദ സങ്കീർത്തനം ഗോവിന്ദ. ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്ത് നമ്മള് വായിക്കാൻ പോകുന്നത് എല്ലാവരും വൈഷ്ണവഗീതങ്ങൾ ഉള്ളവരൊക്കെ എടുക്കുവാണെങ്കിൽ അതിലുണ്ട് ജഗന്നാഥ അഷ്ടകമാണ്. അപ്പം നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർക്കണം. ഈ പുരുഷോത്തമൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയല്ലേ. ഈ പുരുഷോത്തമനായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ഉണ്ട്. അതെവിടെയാണ്? പുരുഷോത്തമനായിട്ട് തന്നെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ. അപ്പൊ പറഞ്ഞായിരുന്നു പുരിയില് ജഗന്നാഥപുരിയിൽ അല്ലെ. ആ ജഗന്നാഥപുരി ഡാമിന്റെ പേര് പുരുഷോത്തമ ക്ഷേത്രം എന്നാണ്. അപ്പം നമ്മള് ഈ ജഗന്നാഥ ആരതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ശ്ലോകം എഴുതിയത് ശങ്കരാചാര്യരാണ്. ജഗന്നാഥ അഷ്ടകം ഞാൻ ഷെയർ ചെയ്യണോ? നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ അതിന്റെ ഓരോ ശ്ലോകം വായിച്ചിട്ട് പേജ് 69 അല്ലേ, കാണാവോ എല്ലാവർക്കും? ഇല്ല പ്രഭു വന്നിട്ടില്ല പ്രഭു. കാണത്തില്ലേ? വരുന്നില്ല. വന്നു ജഗന്നാഥ അത് വൈഷ്ണവഗീതത്തിലുണ്ടല്ലോ പ്രഭു, വൈഷ്ണവഗീതത്തിലുണ്ട്. വൈഷ്ണവഗീതത്തിലുണ്ട്. അപ്പം ഇതിന്റെ അർത്ഥസഹിതം ഞാൻ തന്നെ വായിക്കാം. നിങ്ങൾ ഓരോരുത്തരും വായിക്കാനായിട്ടുള്ള സമയക്കുറവുണ്ട്. ഞാൻ തന്നെ വേഗം വായിച്ചു വിടാം. അതിന്റെ ട്യൂണ് എനിക്കൊന്നും അറിയത്തില്ല. അത് കാരണം നമുക്ക് അതിന്റെ ട്യൂണിൽ ഞാൻ വായിക്കുന്നില്ല. ഞാൻ വെറുതെ വായിച്ചു വിടുവാണ്. കഥാചിത് കാളിന്തി തട വിപിനസ, അങ്ങനെ ആ ഒരു ട്യൂണിലാണത്. പക്ഷെ ഞാന് കഥാചിത് കാളിന്തി തട വിപിന സംഗീതകരവോ മുദാഭീരി നാരീവദന കമലാസ്വാദ മധുവ രമാശംഭു ബ്രഹ്മാവരപതി ഗണേശാർച്ചിത പദോ ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേം. ആനന്ദാതിരേക വേളകളിൽ ജഗന്നാഥ സ്വാമി യമുനാതീര വാടികയിൽ തന്റെ പക്കലുള്ള ഓടക്കുടലിൽ ഉച്ചസ്ഥായിയായിട്ടുള്ള സംഗീതം പൊഴിക്കുന്നു. വിടർന്ന വലിയ താമരപ്പൂവിൽ നിന്ന് തേൻ നുകരുന്ന വണ്ടിനെ പോലെ വ്രജത്തിലുള്ള ഗോപാല ഗൃഹങ്ങളിലെ സുന്ദര തരുണീമണികളുടെ മുഖകമലങ്ങളിൽ ചുംബിക്കുന്നു. ലക്ഷ്മി, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ഗണേശൻ തുടങ്ങിയ ദേവദേവതകൾ പോലും പാദപൂജ ചെയ്യുന്ന ആ ജഗന്നാഥ സ്വാമി എനിക്ക് ദർശനീയനാകട്ടെ. ശ്രീമദ് വൃന്ദാവനമസ്തേ. सेम लोकेशन में सेम टाइम में हर फ्राइडे में होते हैं, इसलिए तो मेरे को नहीं आ सकते हैं प्रभु जी. हरि बोल. थैंक यू फॉर इनविटेशन. സുഭദ്രാ മധ്യസ്ഥ സകല സുരസേവാപസരതോ. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ശ്ലോകം. കുജേ സവ്യ വേണും ശിരസി ചികിപുച്ഛം കടിതടേ തുകൂലം നേത്രാന്തേ സഹചരകടാക്ഷം വിദതേ സദാ ശ്രീമദ് വൃന്ദാവന വസതി ലീലാ പരിചയോ ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേ. ഇടത് കയ്യിൽ ഓടക്കുഴലും. അപ്പൊ ഈ ഒരു ശ്ലോകം ശ്രദ്ധിച്ചോണം. ഇത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കണം. ഭഗവാനെ വളരെ നല്ല രീതിയിൽ വർണ്ണിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്? ഇടത് കൈയിൽ ഓടക്കുഴലും ശിരസിൽ മയിൽപീലിയും അരയിൽ മഞ്ഞപ്പട്ടും ചാർത്തിയ ജഗന്നാഥ സ്വാമി കൺകോണുകളിൽ തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു. ദിവ്യധാമമായ വൃന്ദാവന വാസവേളയിലുടനീളം അദ്ദേഹം സ്വന്തം ദിവ്യത്വം മറ്റുള്ളവർക്ക് വെളിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ജഗന്നാഥ സ്വാമിക്ക് എനിക്ക് ദർശനീയനാകട്ടെ. അപ്പൊ ഇത് കുജേ സവ്യ വേണു എന്ന് പറഞ്ഞ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൻ്റെ അകത്തെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം.
മഹാംബോധേ സ്ഥിരേ കനകരുചിരേ നീലശിഖരേ വസൻ പ്രാസാദാന്ത സഹജ ബലഭദ്രേന ബലിന സുഭദ്രാ മധ്യസ്ഥ സകലസുര സേവാവസരതോ ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേ. ദിവ്യസാഗര തീരത്തുള്ള സ്വർണമയമായ നീലാചല പർവ്വതത്തിലെ അത്യുജ്വലമായ കൊട്ടാരത്തിൽ ജഗന്നാഥസ്വാമി ബലിഷ്ഠഗാത്രനായ സഹോദരൻ ബലരാമനോടും സഹോദരി സുഭദ്രയോടും കൂടി ഇരുന്നരുളുന്നു. ദേവതാഗണങ്ങളായ അമൃതാത്മാക്കൾക്ക് സേവിക്കുവാനും ആരാധിക്കുവാനും അവസരമൊരുക്കുന്ന ആ ജഗന്നാഥ സ്വാമി എനിക്ക് ദർശനീയനാകട്ടെ. 4-ാമത്തെ ശ്ലോകം. കൃപാവാരവാര സജല ജലധ ശ്രേണി രുചിരോ രമാവാണി രാമ സ്ഫുരത് അമര പങ്കേരുഖമുഖ സുരേന്ദ്രർ ആരാധ്യേ ശ്രുതിഗണ ശിഖാഗീത ചരിതോ ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേ. കരുണാസാഗരനും ഘനശ്യാമമേഘ സുന്ദരനുമായ ഭഗവാൻ ജഗന്നാഥ സ്വാമി ലക്ഷ്മി ദേവിക്കും സരസ്വതി ദേവിക്കും അനുഗ്രഹത്തിന്റെ കലവറയാണ്. അനേക കേദാരമായ അദ്ദേഹത്തിന്റെ തിരുമുഖം നിഷ്കളങ്കമായ വിടർന്ന താമരപ്പൂവിന് സദൃശമാണ്. ഉപനിഷത്തുകൾ കീർത്തിക്കുകയും ദേവതകളും മഹർഷിമാരും സദാ ആരാധിക്കുകയും ചെയ്യുന്ന ആ ജഗന്നാഥ സ്വാമി എനിക്ക് ദർശനീയനാകട്ടെ. ശ്ലോകം 5. രഥാരൂഢോ ഗച്ഛൻ പതിമിലിത ഭൂദേവ പടലൈ സ്തുതി പ്രാദുർഭാവം പ്രതിപദമുപാകർണ്യ സദയാ ദയാ സിന്ധുർബന്ധു സകല ജഗതാം സിന്ധു സുദയാ ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേൻ. ജഗന്നാഥ സ്വാമിയുടെ രഥയാത്ര വേളകളിൽ ബ്രാഹ്മണ ഭക്തന്മാർ അദ്ദേഹത്തിന്റെ ആനന്ദത്തിനായി തിരുനാമങ്ങൾ പ്രകീർത്തിക്കുകയും ഭഗവത്ഗീതങ്ങൾ അത്യുച്ചത്തിൽ ആലപിക്കുകയും ചെയ്യുന്നു. സർവലോക മഹേശ്വരനും സർവചരാചരങ്ങളുടെ യഥാർത്ഥ സുഹൃത്തും കരുണാവാരിധിയുമായ അദ്ദേഹം അവരിൽ പ്രസാദിക്കുന്നു. അങ്ങനെയുള്ള ശ്രീ ജഗന്നാഥ സ്വാമി അമൃതവദന വേളയിൽ പിറന്നവളും തന്റെ വാമാങ്കിയുമായ ലക്ഷ്മി ദേവിക്കൊപ്പം എനിക്ക് ദർശനീയനാകട്ടെ. അടുത്തത് 6-ാമത്തേത്. പരബ്രഹ്മപീഡാകുവലയ ജലോത്ഫുല്ല നയനോ നിവാസി നീലാദ്രോ നിഹിത ചരണോ അനന്ത ശിരസി രസാനന്ദോ രാധ സരസവപുരാലിംഗന സുഖോ ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേ. വിടർന്ന താമരപ്പൂ വിതലുകൾ പോലെ മനോഹര മിഴികളോടുകൂടി ബ്രഹ്മ ശിരസിന് അലങ്കാരമായിരിക്കുന്ന ഭഗവാൻ ജഗന്നാഥ സ്വാമി അദ്ദേഹത്തിന്റെ പാദപത്മങ്ങൾ അനന്തന്റെ ശിരസിലൂന്നി നീലാചലത്തിലെ ദിവ്യധാമത്തിൽ വാണരുളുന്നു. പ്രാണപ്രേയസിയായ ശ്രീമതി രാധാറാണിയുടെ ശീതള തടാകം പോലെയുള്ള പൂവുടൽ ആനന്ദാതിരേകത്താൽ ഉണരുന്ന ജഗന്നാഥ സ്വാമി എനിക്ക് ദർശനീയനാകട്ടെ. ശ്ലോകം 7. ന ചൈവേ ന വൈ യാചേ രാജ്യം ന ച കനകമാണിക്യ വിഭവം ന യാചേഹം രമാം സകല ജനകാമ്യാം വരവതും സദാ കാലേ കാലേ പ്രമദപതിനാ ഗീതചരിതോ ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേ. കേവലം സാധാരണ ജനത്തെ പോലെ സുന്ദരിയായ ഭാര്യ, ധനം, സ്വർണം, മാണിക്യ രാജ്യാധികാരം എന്നിവയ്ക്ക് വേണ്ടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയില്ല. ആരുടെ അവദാനങ്ങളാണ് പരമശിവൻ സദാ കീർത്തിക്കുന്നത്? അങ്ങനെയുള്ള ശ്രീ ജഗന്നാഥ സ്വാമി എനിക്ക് ദർശനീയനാകട്ടെ. ശ്ലോകം 8. ഹരത്വം സംസാരം മൃദുതരം അസാരം സുരപദേ ഹരത്വം പാപാനാം വിദതീം അപാരാം യാദവപദേ അഹോ ദീനോ നാഥേ നിഹിതചരണോ നിശ്ചിതമിതം ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവതുമേ. ഉപയോഗരഹിതമായ ഈ ഭൗതിക ഗാത്രത്തിൽ നിന്ന് മോചനാക്കി സമുദ്രം പോലെ വിശാലമായ എന്റെ പാപസഞ്ചയങ്ങൾ അവിടുന്ന് നശിപ്പിച്ചു കളയണമേ. ദേവാദിദേവനായ ഭഗവാനെ, ഈ വിശ്വത്തിന്റെ അഭയകേന്ദ്രമായ അങ്ങയുടെ ചരണകമലങ്ങളിൽ നമസ്കരിക്കുന്നവരെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാക്കുന്ന ആ ജഗന്നാഥ സ്വാമി എനിക്ക് ദർശനീയനാകട്ടെ. എത്ര വളരെ മനോഹരമായ വരികളാണ് ശ്രീ ശങ്കരാചാര്യർ എഴുതിയത്. മഹാദേവൻ വരെ ജഗന്നാഥ സ്വാമിക്ക് പാദപൂജ ചെയ്യുവാണെന്ന് ഇവിടെ നമ്മൾ കേട്ടല്ലോ അല്ലെ. മഹാദേവൻ തന്നെയാണ് ശങ്കരാചാര്യർ അല്ലെ, അദ്ദേഹം എഴുതിയതാണ് അല്ലെ. ഇതൊക്കെയല്ലേ പ്രമാണം. അപ്പം ആദ്യത്തെ കഥാചിത് കാളിന്തി തട വിപിന സംഗീത കരവോ മുദാഭീരി നാരി വദന കമലാസ്വാദാമധൂപ രമാ ശംഭു ബ്രഹ്മാമര പതിഗണ ശാർച്ചിത പദോ ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവതുമേ. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ട്യൂൺ പോകുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല, അതുകൊണ്ട്
ആ ട്യൂണിൽ പാടാൻ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തതാണ് നമ്മള് വളരെ 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 പ്രധാനപ്പെട്ട പുരുഷോത്തമ മാസത്തിലും കാർത്തിക മാസത്തിലും ഒക്കെ നമ്മൾ പ്രത്യേകം ജപിക്കുന്ന അഷ്ടകം. ഇത് ഞാൻ പലതവണ എടുത്തിട്ടുള്ളതാണ് അർത്ഥസഹിതം. ഇതിനകത്ത് നോക്കിയ ഭഗവാനെ കണ്ടോ നിങ്ങള്? ഈ നോക്കി എത്ര ഭംഗിയാണെന്ന് നോക്കി, കുരങ്ങന്മാരെ ഊട്ടുന്ന ഭഗവാനെ കണ്ടോ നിങ്ങള്? ഭഗവാൻ കട്ടെടുത്തിട്ടാണ് കുരങ്ങന്മാർക്ക് കൊടുക്കുന്നത് അല്ലേ? കണ്ടില്ലേ എത്ര ഭംഗിയാണെന്ന് നോക്കി? നിങ്ങൾ കാണുന്നുണ്ടോ? കാണാം. നിങ്ങൾ ഇരുട്ടിട്ടിരുന്നാ കാണത്തില്ല, കണ്ണ് തുറന്ന് നോക്കൂ ഞാൻ ആരെയാ പറയുന്നതെന്ന്. ഹരേ കൃഷ്ണ. ശ്രീ ചൗരാഷ്ടകം. ചൗരൻ എന്ന് പറഞ്ഞ എന്താണ്? കള്ളൻ അല്ലെ? കള്ളനെ പറ്റിയുള്ള അഷ്ടകം എഴുതിയതോ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള, തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള വില്വമംഗലം താക്കൂർ സ്വാമികളാണ് ഇത് എഴുതിയിട്ടുള്ളത് അല്ലെ? അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലെ? ഒരു വേശ്യയുടെ കൂടെ താമസമാക്കിയതും അവിടെ നിന്ന് ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് അദ്ദേഹത്തിനെ ഉദ്ധരിക്കുന്നു. അതായത് നമ്മയെ ഭക്ത പ്രണശ്ചിതാണ്, ഒരിക്കലും എന്റെ ഭക്തനൊരു നാശം ഉണ്ടാകാൻ ഭഗവാൻ സമ്മതിക്കത്തില്ല അല്ലെ? ഭഗവാൻ അവിടുന്ന് ഉദ്ധരിക്കുന്നതാണ് വില്വമംഗലത്തിനെ. അങ്ങനെ ഈ ശരീരം അല്ല ആത്മാവാണ് പ്രധാനമെന്ന് ഭഗവാൻ അനുഭവത്തിൽ കൂടെ ഈ വില്വമംഗലം ഠാക്കൂറിന് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ പരമഭക്തനാക്കി മാറ്റി. അങ്ങനെ വില്വമംഗലം ഠാക്കൂർ ഭഗവാനെ പറ്റി എഴുതിയ ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഒക്കെ തന്നെ അതിമധുരമാണ്. മധുരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മധുരമാണ്. അതിൽ ഏറ്റവും മധുരമായിട്ടുള്ള ഒരെണ്ണമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ഇന്ന് ചെല്ലുന്നത്. നിങ്ങള് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അടുത്ത ഒരെണ്ണം ഞാൻ വളരെ എളുപ്പമായതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ടും ചൊല്ലിക്കാം. അടുത്ത നന്ദനന്ദനാഷ്ടം കൂടെ ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ശ്രീ ചൗരാഷ്ടകം, രചന വില്വമംഗലം ഠാക്കൂർ. ശ്ലോകം 1. വ്രജേ പ്രസിദ്ധം നവനീത ചൗരം ഗോപാംഗനാനാഞ്ചതുകൂല ചൗരം അനേക ജന്മാർജിത പാപ ചൗരം ചൗരാഗ്രഗണ്യം പുരുഷം നമാമി. നവനീത ചോരൻ എന്ന് വൃന്ദാവനത്തിൽ പ്രസിദ്ധവനായവനും ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചവനും തന്നെ ശരണം പ്രാപിക്കുന്നവരുടെ അനേക ജന്മാർജിതങ്ങളായ പാപങ്ങളെ കവരുന്നവനും മോഷ്ടാക്കളിൽ വെച്ചിട്ട് അഗ്രഗണ്യനുമായിട്ടുള്ള ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. സാധാരണ കള്ളനല്ലേ, നവനീത ചോരനാണ്. പിന്നെ എന്താണ്? ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിച്ചവനാണ്. പിന്നെ തന്നെ ശരണം പ്രാപിച്ചവരുടെ അനേക ജന്മങ്ങളായിട്ടുള്ള പാപങ്ങളെയും കവർന്നെടുക്കുന്ന ആ മോഷ്ടാക്കളുടെ മഹാരാജാവായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മോഷ്ടിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പലതവണ പറഞ്ഞു അല്ലെ? എന്തുകൊണ്ടാണ് ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഭഗവാൻ എന്താണ്? വെണ്ണ പോലെയുള്ള ഹൃദയമാകണം നമ്മളുടെ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും വന്ന് അത് മോഷ്ടിക്കും. അല്ലാതെ പാറക്കല്ല് പോലെയുള്ള ഹൃദയമാണെങ്കിൽ ഭഗവാൻ ആ ഏരിയയിലേക്ക് വരത്തില്ല അല്ലെ? വെണ്ണ പോലെയുള്ള ഹൃദയമാക്കാനായിട്ട് ഓരോരുത്തർ സേവിക്കുക. അതിനുവേണ്ടി വെണ്ണ ഒരുപാട് കുടിച്ചാൽ ആകത്തില്ല. മനസ്സിലെ ദുഷിച്ച ചിന്തകളെ വെടിഞ്ഞാൽ മാത്രം മതി. ശ്രീരാധികായ ഹൃദയസ്യ ചൗരം നവാംബുദാശ്യാമളകാന്തി ചൗരം പദാശ്രിതാനാം ച സമസ്ത ചൗരം ചൗരാഗ്രഗണ്യം പുരുഷം നമാമി. ശ്രീമതി രാധാറാണിയുടെ ഹൃദയം കവർന്നവനും നവമേഘത്തിന്റെ കാന്തി കവർന്നവനും തന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവരുടെ സകല ദുരിതങ്ങളും കവർന്നവനും ചോരന്മാരിൽ വെച്ചിട്ട് അഗ്രഗണ്യനുമായ ആ പരമപുരുഷനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പൊ ശ്രീമതി രാധാറാണിയുടെ ഹൃദയം കവർന്നു. അദ്ദേഹം കള്ളനാന്ന് മുമ്പ് നമ്മൾ കണ്ടല്ലോ അല്ലെ? അദ്ദേഹം എന്തൊക്കെയാണ് പിന്നീട് കട്ടത്? രാധാറാണിയുടെ ഹൃദയം കവർന്നു. പിന്നെന്താണ്? ഇന്ന് ഈ നമ്മുടെ കാർമുകിലില്ലേ, ആ നവ കാർമേഘത്തിന്റെ, അതായത് ഇങ്ങനെ പുതുമഴ പെയ്യാനായിട്ടിരിക്കുന്ന കാർമേഘത്തിന്റെ കാന്തിയുള്ള ആ കാന്തി ഭഗവാൻ എന്ത് ചെയ്തു? കട്ടെടുത്തു. പിന്നെ എന്താണ്? തന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവരുടെ സകല ദുരിതങ്ങളും, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ആശ്രയം പ്രാപിച്ചവരുടെ എല്ലാ ദുരിതങ്ങളും ഭഗവാൻ ഇങ്ങനെ കവർന്നെടുക്കുകയാണ്, മോഷ്ടിച്ചെടുക്കുകയാണ് അല്ലെ? അങ്ങനെയുള്ള ചോരന്മാരുടെ ചോരനായിട്ടുള്ള രാജാവായിട്ടുള്ള ചക്രവർത്തി ആയിട്ടുള്ള ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്താണ്? അനേക ജന്മങ്ങളായിട്ടുള്ള നമ്മുടെ പാപങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം തന്നെ കവർന്നെടുക്കുന്നു. പിന്നെ അടുത്തത് മൂന്നാമത്തത്, അകിഞ്ചനീകൃത്യ പദാശ്രിയം യാ കരോതി ഭിക്ഷും പതിഗേഹഹീനം കേനോപി അഹോ ഭീഷണ ചൗരൈദ്രി ദൃഷ്ട്വാ ശ്രുതോവാന ജഗത്രയോപി.
തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ ദരിദ്രരാക്കിയും പിശുക്കളാക്കിയും നിരാശ്രയരാക്കിയും ഭവനരഹിതരാക്കിയും എല്ലായിടത്തും അലഞ്ഞു നടക്കുവാൻ ഇടവരുത്തുന്ന ഇത്രയും അതിഭയങ്കരമായിട്ടൊരു കള്ളനെ ഞാൻ ഈ ത്രിലോകങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ല. നമ്മള് ചിലരൊക്കെ ഉണ്ടല്ലേ, ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞ് എന്താണ് അവരുടെ ഉള്ളതും കൂടി ഇല്ലാതാക്കും അല്ലേ. അങ്ങനെ ചിലരെ ഭിഷാട് എന്താണ് മാളികമേൽ ഏറിയ മന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മാളികമേൽ ഏറി നടക്കുന്ന, പക്ഷെ അവരെ ഭിഷാലുക്കളാക്കി മാറ്റും. ചിലർക്ക് വീടുള്ളവർക്ക് വീടില്ലാതാക്കി മാറ്റും. ഇതിന്റെയൊക്കെ കാരണക്കാരനായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ആ കള്ളനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാനായിട്ട് സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് ഇത് ചൗരാഷ്ടകം തന്നെയായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. യദീയ നാമാഭിഹരതി അശേഷം ഗിരി പ്രസാരൻ അഭിഭാവരാശിൻ ആശ്ചര്യരൂപോനനുചൗരൈദ്രിക് ദൃഷ്ട്വാ ശ്രുതോവാനമയാഗതോപി. ഏതൊരുവന്റെ നാമം വെറുതെ ഉച്ചരിക്കുമ്പോൾ തന്നെ പർവ്വതതുല്യമായ അളവിലുള്ള പാപങ്ങൾ നശിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരു അത്യത്ഭുതകാരനായ ഒരു ചോരനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിടത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇദ്ദേഹത്തിന്റെ നാമം ഒന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ പർവ്വത തുല്യങ്ങളായിട്ടുള്ള പാപങ്ങൾ എവിടെ പോകുന്നു എന്ന് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് വലിയ കള്ളനാണ് അല്ലേ. ആ നാമം ഉച്ചരിക്കുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, നമ്മുടെ പാപങ്ങളെ എല്ലാം മോഷ്ടിച്ചു കൊണ്ട് പോകും. ഇങ്ങനെയുള്ളൊരു കള്ളനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എത്ര മനോഹരമായ വരികളാണെന്ന് നോക്കിയേ ഈ എഴുതിയത്. വളരെ കാമാസക്തിയുള്ള വില്യമംഗലം ഠാക്കൂർ ആയിരുന്നു. സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും എന്താണ് അതുപോലെ ആ ഒരു രീതിയിൽ കണ്ട് ആ ഒരു രീതിയിൽ പോയിക്കുന്ന ആളായിരുന്നു. സ്ത്രീകളുടെ പുറകെ നടന്നിരുന്ന ഒരാളായിരുന്നു ആര്, വില്യമംഗലം. ആ വില്യമംഗലമാണ് ഈ ഇത്രയും മനോഹരമായിട്ടുള്ള രചന എഴുതിയിരിക്കുന്നത്. കാര്യം എന്താണ്, ആ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടാണ്. ധനം ച മാനം ച തദേന്ദ്രിയാണി പ്രാണാംശ്ച ഹൃത്വാ മമ സർവമേവ പലായസേ കുത്ര ധൃതോദ്യ ചൗരാ ത്വം ഭക്തിദാനാംസി മയാ നിരുദ്ധ. ഹേ മോഷ്ടാവേ, എന്റെ ധനവും മാനവും ഇന്ദ്രിയങ്ങളും പ്രാണനും ശക്തിയും കവർന്നെടുത്ത നിന്നെ ഞാൻ എന്റെ ഭക്തി പാശത്താൽ ബന്ധിച്ചു കഴിഞ്ഞു. ഇനി നീ എവിടേക്കാണ് ഓടി രക്ഷപ്പെടുന്നത്? നിന്നെ ഞാന് എന്താണ് എന്റെ എല്ലാം നീ കവർന്നെടുത്തു. എന്റെ ഇന്ദ്രിയങ്ങളും എന്റെ ധനവും പ്രാണനും എല്ലാം കവർന്നെടുത്തു. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിടത്തും പോകാൻ അനുവദിക്കത്തില്ല. എന്റെ ഭക്തി പാശം കൊണ്ട് നിന്നെ ഞാൻ ബന്ധിച്ചിവിടെ ഇടും. ശ്ലോകം 6. ചിനാസ്തി ഘോരം യമപാശബന്ധം ഹിനാസ്തി ഘോരം ഭിനാസ്തി ഭീമം ഭവപാശബന്ധം ചിനാസ്തി സർവസ്യ സമസ്തബന്ധം നൈവത്മനോഭക്ത കൃതം തു ബന്ധം. അതികഠിനമായ യമപാശബന്ധത്തെ ഖണ്ഡിക്കുന്നവനും പ്രാപഞ്ചിക അസ്തിത്വമാകുന്ന ഭീമപാശത്തെ മുറിക്കുന്നവനും ഏവരുടെയും ഭൗതിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവനുമായ അങ്ങ് സ്വന്തം ഭക്തന്മാരുടെ ഭക്തി പാശബന്ധത്തെ ഖണ്ഡിക്കുന്നതിന് അശക്തനാണ്. ഇദ്ദേഹം എന്തൊക്കെയാണ് ഖണ്ഡിക്കുന്നത്? യമപാശ ഖണ്ഡിക്കും അല്ലെ. ഒരാൾക്ക് യമദേവൻ വന്ന് അയാളുടെ ജീവൻ എടുക്കാൻ പോകുന്നവനെ പോലും, അജാമിലിന്റെ കാര്യം നമുക്കറിയാം അല്ലെ. ആ യമപാശത്തെ മുറിക്കാനായിട്ട് ആരെ കൊണ്ട് പറ്റും? ഭഗവാനെ കൊണ്ട്. പിന്നെ എന്താണ്? പ്രാപഞ്ചിക അസ്തിത്വമാകുന്ന ഭീമപാശത്തെ മുറിക്കുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? വളരെ നിഷ്ഫലമാണ്. അപ്പൊ അതിനെ പോലും വേണമെങ്കിൽ സ്ഥിരമാക്കാനായിട്ട് ഭഗവാന് കഴിയും. പിന്നെ എന്താണ്? ഭൗതിക ബന്ധനങ്ങളെ വിച്ഛേദിക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെ ഈസിയാണ് അല്ലെ, ഭൗതികമായ ബന്ധനങ്ങളെയൊക്കെ അദ്ദേഹത്തിന് ഓവർകം ചെയ്യാൻ. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ മാത്രം അങ്ങേര് അശക്തനാണ്. എന്താണ്? ആ ഭക്തി പാശത്തെ മുറിക്കാൻ മാത്രം അദ്ദേഹം അശക്തനാണ്. ഒരിക്കലും ഭക്തന്മാരുടെ ഭക്തി പാശം ഖണ്ഡിക്കാനായിട്ട് അദ്ദേഹം ഒരിക്കലും ഒരുങ്ങില്ല. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഭക്തി പാശം ഒരിക്കലും ഭഗവാൻ മുറിക്കില്ല. ഭക്തൻ ഒരിക്കലും നാശമുണ്ടാകില്ല, ഒരിക്കലും താഴേക്ക് പതിക്കില്ല. അദ്ദേഹത്തിന്റെ ഭക്തന്മാര് ഉറച്ച വാക്കുകളാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ശ്ലോകം 7. മന്മാനസേ തമസാരാശി ഘോരേ കാരാഗൃഹേ ദുഃഖമയേ നിബദ്ധ ലാഭസ്യ ഹേ ചൗരഹരേ ചിരായ സ്വച്ചൗരദോഷോചിതമേവ ദണ്ഡം. ഹേ ചോര, എന്റെ സർവ്വതും അപഹരിച്ചവനെ, നിന്നെ ഞാനിന്ന് എന്റെ അജ്ഞാനമാകുന്ന അന്ധകാരം നിറഞ്ഞ ഹൃദയ തുറങ്കല്ലിനുള്ളിൽ അടച്ചു കഴിഞ്ഞു.
അതിനാൽ നീ ചെയ്ത എല്ലാ മോഷണ കുറ്റങ്ങളുടെ ശിക്ഷയായി യുഗങ്ങളോട് നിനക്ക് ഇവിടെ കഴിയേണ്ടി വരും. എത്ര നല്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അല്ലയോ കള്ള, എന്റെ സർവ്വതും നീ എന്റെ മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ദുരഭിമാനാണ് അല്ലെ? എന്റെ മാനം അതെല്ലാം നീ അപഹരിച്ചു അല്ലെ? എനിക്ക് ഒന്നുമില്ല, ധനവും ഇല്ല, മാനവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അജ്ഞാനമാകുന്ന അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്റെ ഹൃദയ തുറങ്കല്ല്, ഹൃദയമാകുന്ന ഈ ഒരു കാരാഗ്രഹം അല്ലെ? അപ്പൊ ഞാൻ അവിടെ എന്താണ് നിന്നെ ഞാൻ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലെ? നീ ചെയ്ത ഇത്രയും ചെയ്ത മോഷണ കുറ്റങ്ങളുടെ എല്ലാം ശിക്ഷയായിട്ട് യുഗങ്ങളോളം നിന്നെ ഞാൻ അവിടെ ഇടുമെന്ന് അല്ലെ? എത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ആ വില്വമംഗലം ഠാക്കൂർ സ്വാമികള് ഭഗവാനെ ഹൃദയ കാരാഗ്രഹത്തിൽ അടച്ചല്ലേ? ഒരിക്കലും നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. കാര്യം ഇവിടെ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന എന്റെ ഹൃദയ തുറങ്കലിനുള്ളിൽ ഞാൻ നിന്നെ അടച്ചു കഴിഞ്ഞു. എല്ലാ മോഷണ കുറ്റങ്ങളിലെയും കുറ്റം ചാർത്തിയിട്ട് ഞാൻ നിന്നെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ശ്ലോകം 8. കാരാഗൃഹേ വാസ സദാ ഹൃദയേ മദീയേ മദ്ഭക്തി പാശ ബന്ധ ദൃഢബന്ധന നിശ്ചലസൻ ത്വം കൃഷ്ണഭേ പ്രളയകോടി ശതാന്തരോപി സർവസ്യ ചൗരഹൃദയന്നൈ മോചയാമി. കാരാഗൃഹേ വാസ സദാ ഹൃദയേ മദീയേ മദ്ഭക്തി പാശ ദൃഢബന്ധന നിശ്ചലസൻ ത്വം കൃഷ്ണ ഹേ പ്രളയകോടി ശതാന്തരേപി സർവസ്യ ചൗരഹൃദയൻ നഹി മോചയാമി. സർവസ്യ ഹൃദയ ചൗരൻ നഹി മോചയാമി. സർവസ്യ ചൗരഹൃദയൻ നഹി മോചയാമി. ഹേ കൃഷ്ണ, സർവസ്വ ചോര, എന്റെ ഭക്തിപാശബന്ധനം എന്നേക്കും ദൃഢമായിരിക്കും. അനന്തകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും അങ്ങേ ഞാൻ എന്റെ ഹൃദയ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല. അതിനാൽ അങ്ങ് അവിടെ സദാ വസിച്ചാലും. ഇത്ര ബുദ്ധിപരമായിട്ടാണ് വില്വമംഗലം ഠാക്കൂർ സ്വാമികൾ ഭഗവാനെ ഹൃദയ കാരാഗ്രഹത്തിൽ വെച്ച് പൂട്ടിയതെന്ന് നോക്കി. എന്താണ്? എന്റെ ഭക്തിപാശ ബന്ധം കൊണ്ട് ഞാൻ എന്റെ ഹൃദയ കാരാഗ്രഹത്തിൽ ഇട്ട് നിന്നെ അവിടെ പൂട്ടിയിരിക്കുകയാണ് അല്ലെ? ഒരിക്കലും നിന്നെ ഞാൻ ഇവിടുന്ന് മോചിപ്പിക്കത്തില്ല. അതുകൊണ്ട് എന്താണ്? അനന്തകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാൽ പോലും നിന്നെ ഞാൻ ഇവിടുന്ന് മോചിപ്പിക്കില്ല. അതിനാൽ അങ്ങ് അവിടെ തന്നെ സദാ വസിച്ചാലും. രക്ഷപ്പെടാനൊന്നും ഒരുങ്ങുകയേ വേണ്ട. കാര്യം കള്ളനായതുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഭക്തിപാശമാകുന്ന കയർ കൊണ്ട് ബന്ധിച്ച് എന്റെ ഹൃദയമാകുന്ന അന്ധകാരം നിറഞ്ഞ കാരാഗ്രഹത്തിൽ ഞാൻ അങ്ങ് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കുക. അതുകൊണ്ട് അങ്ങ് അവിടെ സദാ വസിച്ചാലും. ഹരേ കൃഷ്ണ. നന്ദനന്ദനാഷ്ടകം വേഗം എടുക്കാം. നമുക്ക് ഓരോരുത്തരായിട്ട് വായിക്കാം. രതിദേവി മാതാജി, ഞാൻ ആദ്യത്തെ ശ്ലോകം വായിക്കാം. സുചാരുവക്രമണ്ഡലം സുകർണരത്നകുണ്ടലം സുചർച്ചിതാംഗചന്ദനം നമാമി നന്ദനന്ദനം. അടുത്തത് രണ്ടാമത്തേത്. ഇവിടെ നോക്കിയ സ്ക്രീനില് മ്യൂട്ട് മാറ്റണം. വായിക്കട്ടെ പ്രഭു, വായിക്കട്ടെ. തയ്യാറാകുന്നേ ഉള്ളൂ. വായിക്കട്ടെ. വായിക്കോ. ഇതാരും വായിക്കുന്നില്ല, ഞാൻ വായിച്ചോളാം. സുദീർഘനേത്ര പങ്കജം ശിഖണ്ഡമൂർധജം അനംഗകോടി മോഹനം നമാമി നന്ദനന്ദനം. മൂന്നാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം. സുനാസികാഗ്രമൗക്തികം സ്വച്ഛദന്ത പങ്കിതം നവാംബുദാംഗ ചിങ്കണ നമാമി നന്ദനന്ദനം. ഹരേ കൃഷ്ണ. നാലാമത്തേത് ജ്ഞാനബിയ മാതാജി. കരേന വേണുരഞ്ജിതം ഗതീകരീന്ദ്രഗഞ്ജിതം തൂപുരപീതശോഭനം നമാമി നന്ദനന്ദനം. അടുത്ത ശ്ലോകം 5 ശോഭന മാതാജി. കൃഷ്ണ നോക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. അടുത്തയാള് സുജന മാതാജി. ത്രിഭംഗദേഹ സുന്ദരം നവദ്രുതീസുധാകരം അമൂല്യം രത്നഭൂഷണം നമാമി നന്ദനന്ദനം. ഹരേ കൃഷ്ണ. അടുത്തത് ശ്ലോകം 6 ശോഭന മാതാജി. കൃഷ്ണ. സുഗന്ധം അംഗസൗരഭ്യം ഉരോവിഭജ്യ കൗസ്തുഭം സ്ഫുരശ്രീവത്സലാഞ്ജനം നമാമി നന്ദനന്ദനം. സബിത മാതാജി. വൃന്ദാവന സുനാഗരം വിലാസാനുഗവാസസം സുരേന്ദ്രഗർവമോചനം നമാമി നന്ദനന്ദനം. ഹരേ കൃഷ്ണ. ലൈല മാതാജി. എട്ടാമത്തെ ശ്ലോകം.
പ്രജാങ്കനാസ്നായ. ഓക്കെ. അടുത്തത് ഇനി ആരാണ്? നമ്മളുടെ രതിദേവി മാതാജി. വ്രജാങ്കനാസുനായകം സദാ സുഖപ്രദായകം ജഗന്മന പ്രലോഭനം നമാമി നന്ദന. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഗോപാംഗനമാരുടെ പ്രണയഭാജനമായ ആ അനുപമ സൗന്ദര്യധാമം സർവ്വ ജീവസത്തകളുടെയും മനസ്സിനെ കവർന്നവനും അവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനുമാണ്. ഇപ്രകാരമുള്ള നന്ദ മഹാരാജാവിന്റെ പുത്രനെ ഞാൻ പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം ഇനിയും ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. രാധാ കൃപാകടാക്ഷ സ്തോത്രം ഒക്കെ ഉണ്ട്. നമുക്ക് ഹരിനാമകീർത്തനം ഒക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് ഇന്ന് അതിനൊന്നും സമയമില്ല. കുറച്ച് നീണ്ടുപോയി. 5:45 എനിക്ക് വേറൊരു സത്സംഗത്തിന് പോകണം. അപ്പൊ അതുകൊണ്ട് സമയക്കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് പോയിന്റുകൾ പറയാനായിട്ട് ഒന്നുമില്ല. പ്രഭുത് വൈഷ്ണവഗീതത്തിലുണ്ടാ? വൈഷ്ണവഗീതത്തിലുണ്ടാ ഈ ശ്ലോകം? ഏതാ? വൈഷ്ണവഗീതത്തിലുണ്ടാ ഈ ശ്ലോകങ്ങൾ? ഈ ശ്ലോകം ഇപ്പൊ പറഞ്ഞ ശ്ലോകം വൈഷ്ണവഗീതത്തിൽ എല്ലാ വൈഷ്ണവഗീതത്തിലും ഇല്ല മാതാജി. അത് വലിയ വൈഷ്ണവഗീതങ്ങളുണ്ട് പ്രിന്റ് എടുത്ത് വെക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ വരുന്ന PDF അത് പ്രിന്റ് എടുത്ത് വെച്ച് ഒരു 10, 200, 300 പേജോളം കാണും. അതിൻ്റെ അകത്തുണ്ട് എല്ലാ അർത്ഥസഹിതം സൗരാഷ്ട്രകമൊക്കെ. നമ്മൾ സാധാരണ വൈഷ്ണവഗീതം നമ്മുടെ കയ്യിലിട്ടുന്ന അതിന് ബുക്കിന്റെ അകത്ത് ഇല്ല. ഇതുണ്ട്, സൗരാഷ്ട്രണ്ട്. ഇത് ഉണ്ടല്ലേ? നന്ദനന്ദന്റെ ഞാൻ കണ്ടില്ല. നന്ദനന്ദനാഷ്ടകവും ആ വലിയ ബുക്കിലുണ്ട്, അർത്ഥസഹിതമുണ്ട്. അപ്പൊ ഇതുണ്ട്. രാധാ കൃപാകടാക്ഷ സ്തോത്രം ഉണ്ട്. അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. വളരെ രാധാ കൃപാകടാക്ഷ ശ്ലോകത്തിന് 4 ലൈൻ മാത്രം ഞാൻ പാടാം. മുനീന്ദ്ര വൃന്ദവന്ദിതൈ ത്രിലോക ശോകഹാരിണി പ്രസന്ന വക്ത്ര പങ്കജൈ നികുഞ്ചഭൂവിലാസിനി വ്രജേന്ദ്ര ഭാനുനന്ദിനി വ്രജേന്ദ്ര സൂനു സംഗതൈ കഥാ കരീഷ്യസീഹമാം കൃപാകടാക്ഷ ഭാജനം. വളരെ എളുപ്പമാണ്, ചെല്ലാനായിട്ട് ട്യൂണും കിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കി വായിക്കുക. ആ PDF കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാൻ മാർഗമില്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഏത് ശ്ലോക വേണ്ടതെങ്കിൽ അത് കൃത്യമായിട്ട് ആ ശ്ലോകത്തിലേക്ക് എത്തും. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഈ ശ്ലോകം മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റും. പുരുഷോത്തമ മാസത്തിൽ വായിക്കാനുള്ള പ്രത്യേക ശ്ലോകങ്ങളൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടുള്ള പ്രാർത്ഥനയാണ്, പുരുഷോത്തമ മാസം എല്ലാവരും ആചരിക്കുക. ആരും ഇത് അറിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അപരാധങ്ങളിലേക്ക് ചെന്നെത്താതിരിക്കുക. അപ്പൊ എല്ലാവരും ആർക്കും ഭഗവാൻ പുരുഷോത്തമന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും മനസ്സിലെ മാലിന്യങ്ങളൊക്കെ മാറി, അതായത് പരിശുദ്ധമായി, പിന്നെ നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും നമ്മളുടെ ഇതെല്ലാം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പുരുഷോത്തമന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടായി അതെല്ലാം മാറി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 3 പ്രാവശ്യം എല്ലാവർക്കും വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാഞ്ചാകൽപതരുശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി की जय, अनंतकोटि आचार्यवंदी की जय, आचार्य हरिदास ठाकुर की जय, गौर प्रमानंद जय, हरि हरि बोल.